الحمد لله رب العالمين اللهم صل وسلم على سيدنا ومولانا محمد وآله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين قال رضي الله عنه آداب الصلاة ഇന്ന് മുതൽ ഫിഖ്ഹും കൂടി തുടങ്ങുകയാണ്. നിസ്കാരം ഫിഖ്ഹിന്ന് ഫർളായി പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒരു ഖദർ നമ്മൾ നന്നായിട്ട് നിർബന്ധമായിട്ട് എല്ലാ മനുഷ്യരും മുസ്ലിങ്ങൾ അറിയേണ്ടതാണ്. ഒരു ഖദർ കാരണം അയാൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതിലുള്ളതാണ് നിസ്കാരം, നോമ്പ്. അപ്പം ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ അറിഞ്ഞിരിക്കണം. അയാൾ ജമാഅത്ത് നിസ്കരിക്കേണ്ട ജമാഅത്തിൻ്റെ മസാലത്തുകൾ, അയാൾക്ക് സാധാരണ അവസ്ഥയിൽ വരുന്ന മസാലത്തുകൾ, അപൂർവമായിട്ടുള്ള മസാലത്തുകൾ, ആ മസാലത്ത് ഉണ്ടാവുമ്പോൾ അയാൾക്ക് നിർബന്ധമാവും പഠിക്കൽ അല്ലെങ്കിൽ ചോദിക്കൽ. അപൂർവമായിട്ട് വരുന്ന മസാലത്ത് പഠിക്കണം എന്ന് നിർബന്ധം വരില്ല. സാധാ സിറ്റുവേഷനിൽ വരുന്ന മസാലത്തുകൾ അയാൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. അത് എല്ലാ നാട്ടിലും അത് പറഞ്ഞു കൊടുക്കാൻ ആളും ഉണ്ടാവണം, പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടാവണം. വലിയ മസാലത്ത് പറഞ്ഞു കൊടുക്കാൻ ഒരു റെഫറൻസ് ആയിട്ട് ഒരാളുണ്ടാവണം. അതായത് സാധാരണ ഉണ്ടാവുന്ന മസാലത്തല്ലാത്ത ഒരു മസാലത്ത്. മനസ്സിലായ? ഖാദി മാതിരിയാ ഒരു മുദരിസോ ഒരു ഖാദിയോ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കണം. പിന്നെ അപൂർവമായിട്ട് സാധാരണ ഒരു മസാലത്തല്ലാതെ ഒരു പുതിയ മസാലത്തോ അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യം വരെ അങ്ങനെ പറയാൻ ഒരു മുഫ്തി ഉണ്ടായിരിക്കണം, ഫത്വ പറയാൻ. ഓരോന്നാണ് ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് അറിയില്ലെങ്കിൽ ഒരാളെ അത് കുറവാണ് അറിയാണ്ടിരിക്കൽ. കാരണം അയാൾ ചെയ്യുന്ന ഇബാദത്താണല്ലോ. ഇപ്പോൾ ഇതൊരാൾ പറയാം ഇത് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട അറിവുണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇതിലെന്തില്ല, വിട്ടുവീഴ്ചല്ല. സ്വലാത്തിൻ്റെ അദബുകൾ പറയുന്ന അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർളും ഇതൊക്കെ രൂപങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. വെറും അദബ് മാത്രമല്ല, പിന്നെ ഈ കിതാബ് കൂടുതലും അദബുകൾ പറയുന്നു, സുന്നത്തുകളും എല്ലാതും കൂടി ഒരുമിച്ച് പറയുന്നു എന്നുള്ളത് വെച്ചിട്ട് അദബാണ്. ഫഇദാ ഫറഗ്ത മിൻ തഹാറത്തിൽ ഹദസി, അതായത് ഹദസ് ബാത്റൂം പോയി കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നജസ് ഉണ്ടെങ്കിൽ നജസ്സൊക്കെ നീക്കണം, ബാത്റൂം പോകണം, ഇതൊക്കെ നീക്കണം. കാരണം നിസ്കാരം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നജസ്സൊക്കെ നീക്കൽ നിർബന്ധമായി. അതുവരെ ടൈം ഓപ്പണാണല്ലോ. ഒരാൾ ടൈം ഓപ്പണാണ്, ജനാബത്തുണ്ട്, അയാൾ ടൈം ഓപ്പണാണ്. നിസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ അയാൾക്ക് ടൈം ഓപ്പണല്ല, പെട്ടെന്ന് തീർക്കണം എന്നാ. കാരണം നിസ്കാരമായില്ലോ, ഒന്നും എടുക്കണം. മനസ്സിലായ? തഹാറത്തിൽ ഹദസ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവൽ രണ്ട് തരം. ഒന്നോലെ ചെറിയ അശുദ്ധി നീക്കൽ, അല്ലെ വലിയ അശുദ്ധി നീക്കൽ, രണ്ടാവട്ടെ. വതഹാറത്തിൽ ഖബസ് എന്ന് പറഞ്ഞാൽ നജസ്, ഫിൽ ബദനി ശരീരത്തിൽ നജസിനെ നീക്കം ചെയ്യണം. വസ്യാബി വസ്ത്രത്തിൽ നജസിനെ നീക്കം ചെയ്യണം. വൽ മക്കാനി സ്ഥലത്ത് നജസുണ്ടെങ്കിൽ അതും നീക്കം ചെയ്യണം. സ്ഥലം എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പോൾ വലിയ കാർപ്പറ്റിൽ ഒരു സ്ഥലത്ത് അങ്ങനെയല്ല, അയാൾ നിൽക്കുന്ന സ്ഥലം, നിസ്കരിക്കുന്ന സ്ഥലം. അത് ദൂരെ ഉണ്ട് നജസുണ്ടെങ്കിൽ അത് ആ സ്ഥലത്ത് വരുന്നില്ല. വമിൻ സത്രിൽ ഔറത്തി, അതായത് ഫൈദാ ഫറഗ്ത മിൻ തഹാറത്തി എന്നറിഞ്ഞല്ലോ. വമിൻ സത്രി, ഇതിന്ന് കഴിഞ്ഞാൽ എന്ത് അശുദ്ധിന്ന് നീക്കം ചെയ്തു, നജസ് നീക്കം ചെയ്തു, പിന്നെ എന്തും കൂടി കഴിയണം, ഔറത്ത് മറക്കണം. അതായത് ഉദ്ദേശം എന്താ, ഫർളിന് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഒരു ഷർത്ത് ശുദ്ധിയാവണം. ശുദ്ധി ഇല്ലാണ്ട് ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയൊക്കെ ആവണം, അപ്പോൾ നിസ്കരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഔറത്ത് മറക്കണം. മിനസുറത്തിയിലെ റുക്ബ, അത് ആണുങ്ങളതാണ്, പൊക്കൾ മുതൽ മുട്ട് വരെ. നിസ്കാരത്തിൻ്റെ പുറത്തൊക്കെ അത്രയേ ഉള്ളൂ ഔറത്ത് ആണുങ്ങളത്. സ്ത്രീകളെ ഔറത്ത്
മുഖം മുൻകൈയും ഒഴിച്ച് എല്ലാതും ഔറത്താണ്. നിസ്കാരത്തിൻ്റെ പുറത്ത് അന്യ പുരുഷന്മാരെടുത്ത്. അതേ സമയത്ത് മഹ്റം എന്ന് പറഞ്ഞാൽ ഭർത്താവോ അല്ലെങ്കിൽ എന്താണ് രക്തബന്ധമോ അല്ലെങ്കിൽ മുലകുടി ബന്ധമോ അല്ലെങ്കിൽ എന്താണ് ഭർത്താവിൻ്റെ ഉപ്പ, മകൻ മകളുടെ ഭർത്താവ്, ഉപ്പാടെ ഭാര്യ, ഉപ്പാടെ രണ്ടാമത്തെ ഭാര്യ, ഇവരാണ് എന്ത് പറയുക, ചുരുക്കം പറയുക. പിന്നെ എന്താണ് പറയുക, പിന്നെ ഒന്ന് വരുന്നത് ഇത് എന്താണ് പറയുക, ആണിന് മോള്, അതായത് കല്യാണം കഴിച്ച ഭാര്യയുടെ മോള്, അതായത് വേറെ നിന്നുള്ള മോള് ഭാര്യനായിട്ട് ബന്ധപ്പെട്ടാണ് മഹ്റം. ഇത് പഠിക്കുക. ഇത് എന്താണ് ബുദ്ധിപരമായിട്ടല്ല, ഇത് മനസ്സിലാക്കുക. മഹ്റം ഇത്രയേ ഉള്ളൂ. എത്ര ആൾക്കാരാണ് മഹ്റം? 18 ആൾക്കാരാണ്. 7-7-4 ഇവരാണ് മഹ്റം. ഇവരെ തൊട്ടാൽ ഒന്നും മുറിയൂല. ഇവരെല്ലാത്തവർ തൊട്ടാലും ഒന്നും മുറിയും, ഉറപ്പാണ്, സംശയം വേണ്ട. 7-7-4 ആരാണ് മഹ്റം? 7-7-4 ആണുങ്ങൾക്കാണെങ്കിൽ, തിരിച്ച് പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് കാക്കാം. എന്താണ് പറയുക, പെണ്ണുങ്ങളാണ് ആണുങ്ങൾ ഏതൊരു സൈഡ് പിടിക്കുക. ഇപ്പോൾ പെണ്ണുങ്ങൾ പിടിക്കുകയാണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ആണുങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഉമ്മ, മോളിക്ക് പോവാ, ഉമ്മ, മകൾ താഴെ, ഉമ്മ, മകൾ, സഹോദരി, സഹോദരിയുടെ മകൾ, സഹോദരൻ്റെ മകൾ, ഉപ്പാടെ സഹോദരി, ഉമ്മാടെ സഹോദരി. ഒന്നുകൂടി, ഉമ്മ, മകൾ, സഹോദരി, സഹോദരി മകൾ, സഹോദരൻ മകൾ, ഉപ്പ സഹോദരി, ഉമ്മ സഹോദരി. 7 ആള്. ഈ 7 തന്നെ മുലകുടി ബന്ധത്തിലും. ഉമ്മ എന്ന് പറയുമ്പോൾ പാല് തന്ന ഉമ്മ. പെണ്ണിന് ഉപ്പ എന്ന് പറയുമ്പോൾ പാലിൻ്റെ കാരണക്കാരനായ ആള്, അതായത് ആ കുട്ടിയുടെ ഉപ്പ. അങ്ങനെയല്ല, പെണ്ണുങ്ങളെ ഭർത്താവ് എന്ന് പറയുമ്പോൾ പാലിൻ്റെ കാരണക്കാരന്. കാരണം ആ കുട്ടി ഉണ്ടായതിന് ശേഷം വേറെ കല്യാണം കഴിച്ച് ആ പാലിൻ്റെ ആളല്ലല്ലോ. അതായത് ആ കുട്ടിയുടെ ഉപ്പ, പാല് വരാനുണ്ടായ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ ഉപ്പ. മകൾ എന്ന് പറയുമ്പോൾ ഭാര്യ പാല് കൊടുത്ത കുട്ടി, മുലകുടി ബന്ധത്തിൽ. മനസ്സിലായ? ഇതാണ് 7 ആൾക്കാർ മുലകുടി ബന്ധത്തിലുള്ള ആൾക്കാർ. സെയിം തന്നെ 7. അതായത് ഉപ്പ, ഉമ്മ, മകൾ, സഹോദരി, സഹോദരി മകൾ, സഹോദരൻ മകൾ, ഉപ്പ സഹോദരി, ഉമ്മ സഹോദരി. അങ്ങോട്ടും അതന്നെ. അപ്പോൾ 14 ഇനി 4 എണ്ണം കൂടി ഉണ്ട്. ഈ 4 ആരാ? ഈ 4 അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ഈ 4 ഉള്ളൂ. ആണ് പെണ്ണെന്നൊന്നും ഇവിടെ നോക്കണില്ല. ഒന്ന് ഉപ്പ, അതായത് ഒന്ന് ഉപ്പാടെ ഭാര്യ, മകൻ്റെ ഭാര്യ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉപ്പാടെ ഭാര്യ എന്നറിയുമ്പോൾ ഉമ്മാടെ ഭർത്താവ്, മകളുടെ ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഭാര്യയുടെ ഉമ്മ, അതും അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയുടെ ഉപ്പ അല്ല, ഭർത്താവിൻ്റെ ഉപ്പ. പിന്നെ ഒന്ന്, അത് അതിൽ ഖിയാസില്ല. എന്ത്? ഭാര്യയുടെ, അല്ല ഖിയാസ് ഉണ്ടെന്ന് പറയും, ഭാര്യയുടെ മകൾ, ഭാര്യയായിട്ട് ബന്ധപ്പെട്ടാൽ ഭാര്യയുടെ മകൾ, ഭർത്താവിൻ്റെ മകൻ, അത് ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് അത് വരുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, അപ്പം ഇത് മനസ്സിലായില്ലേ? ഉപ്പാടെ ഭാര്യ, ഉപ്പാടെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, ഉമ്മല്ല, മകൻ്റെ ഭാര്യ, അന്യരാലോ, അവർ തൊടാൻ പറ്റില്ല. ഇതിൽ ഇത്രയേ, ഈ 4 എക്സെപ്ഷനാണ്.
രക്തബന്ധമല്ലല്ലോ. അത് ദീന് നമ്മൾക്ക് എന്താ കല്യാണ ബന്ധം കൊണ്ട് നമ്മൾക്ക് എന്താണ് തന്നിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു എന്താണ് അനുമതിയാണ് കല്യാണ ബന്ധം കൊണ്ട്. അത് കാലാകാലം അത് മുറിയൂല, കല്യാണ തലാഖല്യാലും മുറിയൂല. മനസ്സിലായ? 4 ആൾക്കാർ, ഈ 4 ഉള്ളൂ അതിൽ. അപ്പോൾ ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം അയച്ചു, മകനുള്ള പെണ്ണ. ആ പെണ്ണിന് മകനുണ്ട്, വലിയ ചെക്കനാ, ഇയാളും വലിയ ആളാണ്, പ്രായത്തിയ ആളാണ്. ഇയാൾ കല്യാണം കഴിച്ച് ആ മകനൊരു 15 വയസ്സ് നിൽക്ക്, പ്രായപൂർത്തിയായ ചെക്കനാ. ആ ചെക്കൻക്ക് ഇയാൾ ഉമ്മാനെ തൊടാൻ പറ്റുമോ? പറ്റുമോ? കാരണം ഈ 4 ശർഅ് അനുവദിച്ച എക്സെപ്ഷനാണ്. ഇത് ബുദ്ധിപരമായിട്ടുള്ളതല്ല. ശർഅ് പറഞ്ഞ് ഖലാസ്. കാണാം തൊടാം, സലാം കൊടുക്കാം, കൈ കൊണ്ട് സലാം കൊടുക്കാം. അത് രക്തബന്ധല്ലേ, അത് രക്തബന്ധം, കറക്റ്റ് രക്തബന്ധമാണ്. അതിൽ പിന്നെ ഇതില്ലല്ലോ. അത് ചെയിനായിട്ട് പോവും, ഉമ്മാടും അങ്ങോട്ട് പോവും. അത് ശരിക്കും രക്തബന്ധമാണല്ലോ. അപ്പോൾ കുഞ്ഞുപ്പാടെ ഭാര്യനെ തൊടാൻ പറ്റുമോ? പറ്റൂല, പാടില്ല, ഹറാം. ഉപ്പാടെ പെങ്ങള് അതല്ലേ ഉപ്പാ സഹോദരി എന്ന് പറഞ്ഞത്. അവരെ മക്കള് പറ്റൂല, മക്കള് പറ്റൂല. ആ തൊടാം. അതും അത് അങ്ങോട്ട് മോളിക്കുമ്പോൾ ഇങ്ങോട്ട് താഴേക്കും വരാം. തൊടാം. അതായത് ഭാര്യയുടെ ഉപ്പാനെ തൊടാം, ഉപ്പാടെ ഉമ്മാനെ തൊടാം, ഉപ്പാടെ ഉപ്പാനും തൊടാം. ആ, മനസ്സിലായ? തൊടാമല്ലോ, സ്വന്തം ഉമ്മ പോലെയാണത്. മോളിക്ക് എത്ര മോളിക്ക് പോയാലും. അല്ലാഹ് ശിഫാക്കട്ടെ, ആമീൻ. അപ്പോൾ അത് ക്ലിയറായി. ഇവരെ രക്തബന്ധം 18 ഉള്ളോ, 19ാമത്തെ വരൂല. ഇത് ഇവരെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇവരെ തൊട്ടാൽ ഒന്നും മുറിയോ ഇല്ല. പക്ഷേ ഇവരിലെല്ലാവരും ഒരു ദർജത്ത് പോലെയല്ല. ഇവരായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാതും ഒരു ദർജത്ത്. ചിലരൊപ്പം നമ്മൾക്ക് ചില രക്തബന്ധത്തിൽ മകളുടെ ഒപ്പം ഇരിക്കാം, മകളുടെ ഒപ്പം ഹൽവത്തുണ്ട്. അതായത് എന്താണ്, സാധാരണ ഉപ്പയും മകളായിട്ട് ഒരു വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു വീട്ടിൽ ഒറ്റയ്ക്കുണ്ടെങ്കിൽ കുഴപ്പം വരുന്നില്ല. ശുഭത്തില്ലാത്ത ആളാണ്, സാധാരണ മനുഷ്യനാണെങ്കിൽ ഉപ്പും മകനും ഉമ്മവുമുള്ള വീട്ടിൽ ഒരു പ്രശ്നമില്ല, ഒറ്റക്കാണെങ്കിൽ. സഹോദരിയും അങ്ങനെ തന്നെയാണ്. സഹോദരിയുടെ മകളും സാധാരണ, ഇന്നിപ്പോൾ ഫിത്നത്തിൻ്റെ കാലമാണ്, അത് മനുഷ്യരെന്നെ മൃഗങ്ങളായ കാലമാണ്. അതല്ല പറഞ്ഞു, സാധാരണ ശുഭത്ത് നോർമല് സഹോദരിയുടെ മകൾ നമ്മളെ മക്കളല്ലേ. അപ്പോൾ അതിലൊന്നും പ്രശ്നം വരുന്നില്ല. പിന്നെ വരുന്ന വിഷയം എന്താ വെച്ചാൽ, പിന്നെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴുള്ളതാണ്. അതായത് ഈ 7 ആൾക്കാർ പോലെ അല്ല ഒലകുടി ബന്ധത്തിലുള്ളത്. കാണാൻ സ്ഥലം കൊടുക്കാം, പക്ഷെ ഒരു റൂമിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം അവർ രക്തബന്ധം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഒരു റൂമിൽ ഹൽവത്ത് ഉണ്ടാകാൻ പാടില്ലല്ലോ, പറ്റൂല. അവിടെ കുറച്ച് അപ്പം അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് കൊണ്ടാക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടാക്കാം, അത്യാവശ്യ ഘട്ടത്തിൽ. അല്ലാണ്ട് സാധാരണ അവസ്ഥയിൽ ബൈക്കും കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. മനസ്സിലായ? ഇവർ ബന്ധങ്ങൾ കുറച്ച് വ്യത്യാസം വരും. അതായത് എല്ലാത്തിനും സ്വന്തം ഉമ്മ എന്നുള്ളത് പോലെയല്ല എന്താണ് ഭാര്യയുടെ ഉമ്മ വരുന്നത്. കുറച്ച് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തിൻ്റെ വ്യത്യാസം?
എന്താണ് ഔഷമില്ലാത്ത ഇഖ്തിലാ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അനുവദനീയാവില്ല. ഔഷമുണ്ട് കൊണ്ടുവരണം, അതിലൊന്നും പ്രശ്നം വരുന്നില്ല. ഔഷമില്ലാതെ എന്താണ് ഒറ്റക്കാവൽ, ഔഷമില്ലാത്ത രീതിക്കുള്ള ഇതാവൽ അനുവദനീയല്ല. ഹറാമ് എത്തിക്കേണ്ട ചില അവസ്ഥയിൽ, എല്ലാ അവസ്ഥയിലും വരില്ല. കാരണം സ്വന്തം ഉമ്മ എന്ന് പറയുമ്പോൾ അങ്ങനല്ല, ആൾക്ക് ശുബഹത്ത് വരാനുള്ള ഒരു കാരണങ്ങൾ വരും, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. സാധാരണ മനുഷ്യർക്ക് വരൂല, വരണേനുള്ള ഡോറ ക്ലോസ് ചെയ്യലാണ്. കാരണം ഉമ്മ ആവുമ്പോൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്നതാണ്, അതുപോലെ അല്ല ഭാര്യയുടെ ഉമ്മ ആവുമ്പോൾ. പക്ഷെ അപ്പോഴും അയാൾ മനസ്സിലൊരിക്കലും അങ്ങനെ വരുവരുത്, സാധാരണ മനുഷ്യർക്ക് വരൂല. അപ്പോൾ ഒപ്പം ഇരിക്കുക, സലാം കൊടുക്കുക, ആ കാര്യങ്ങളൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ കുറേ ആണ്ട് എന്താ ക്ലോസ്, വല്ലാത്ത ക്ലോസ് ആവുന്നതിലാണ് അവിടെ ഷറ എന്ത് ചെയ്യുന്നത്. ക്ലോസ് സംസാരമൊക്കെ ഓക്കെ, പക്ഷെ ഭയങ്കരമായി ക്ലോസ് ചെയ്യണതിൽ ഷറ ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതും എന്താ ഉമ്മാടെ സഹോദരികളിലും വലിയ പെൺകുട്ടികൾ പെൺമക്കളുണ്ടാവുമ്പോഴും അതിലും കുറച്ച് പരിധികളുണ്ടല്ലോ. കുറച്ച് പ്രായത്തിൽ കഴിഞ്ഞാൽ എന്താണ് വയറുമ്മൽ ബാക്കിൽ തൊടാൻ പാടില്ല. സ്വന്തം മോളാണെങ്കിലും കൂടി, ഉമ്മാണെങ്കിലും സഹോദരിയാണെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ മടിയിലിരുത്തൽ, അതിലൊന്നും അനുമതിയില്ലല്ലോ, ശറഈ അനുവദിക്കണില്ലല്ലോ. ഒരു പ്രായം രക്തം സ്വന്തം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അത് അനുവദനീയല്ല. അതൊക്കെ കുറ്റം കിട്ടും. കാരണം അത് പ്രൈവസി കീപ്പ് ചെയ്യലാണ്, അവരെ പ്രൈവസി. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. മോളാണെങ്കിൽ അടുത്ത് വന്നിരിക്കുക, സംസാരിക്കുക, നെറ്റിയിലും മുത്ത, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിൽ വിട്ട രീതികൾ ശർഅൻ അനുവദിക്കണില്ല. അതുപോലെ തന്നെ എന്താണ് ഔഷമില്ലാതെ എന്താണ് പറയുക, ഔഷമി വേണ്ടാത്ത സംസാരം അതൊന്നും ശർഅൻ അനുവദിക്കുന്നില്ല. മക്കളാ, അവരെ മക്കൾ പറ്റില്ലല്ലോ, കല്യാണം കഴിക്കാമല്ലോ അവരെ മക്കളെ. അവർക്ക് സലാം കൊടുക്കാൻ പാടില്ല, കാണാൻ പറ്റില്ല, ആവശ്യമില്ലാത്ത ഇത് സംസാരിക്കാൻ കഴിയില്ല. അതൊരിക്കലും പറ്റില്ല. അൽഹമുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഹമു അൽ മൗത്ത്, അത് പറ്റില്ലല്ലോ. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ തീരെ. അൽഹമു അൽ മൗത്ത് എന്നാണ് പറഞ്ഞത്, മരണ എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്താണ്, ഭാര്യ കുടുംബക്കാരിയിൽ നടക്കുന്നത് ഈ പ്രശ്നങ്ങൾ നടക്കൽ സാധാരണ അങ്ങനെ ക്ലോസ് ആയിട്ട് നടക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് നബി പറഞ്ഞ അൽ ഹമു അൽ മൗത്ത്, മരണ എന്ന് പറഞ്ഞത്. ഭർത്താവിൻ്റെ അനിയന് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അനിയനും അതൊക്കെ മരണം പോലെയാണ്. കാരണം ആൾക്കാർക്ക് സംശയം ശുഭത്ത് വരില്ല, എപ്പോഴും ക്ലോസ് ആവാനുള്ള എല്ലാ വാതിലുമുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ കുടുംബക്കാർ അത് അൽ ഹമു അൽ മൗത്ത്, നമ്മളത് ഭയങ്കര ഡേഞ്ചറായി കീപ്പ് ചെയ്യണം. അതായത് അത്യാവശ്യം ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ദൂരത്തു നിന്ന് പറയാം, എടുത്തു വരണ്ട. അവിടെ മടക്കലും നിർബന്ധം വരുന്നില്ലല്ലോ, കാരണം ഫിത്നത്തല്ലത്. അതിന് ആവശ്യമില്ലാണ്ട് ഇപ്പോൾ സലാം ചൊല്ലലും മടക്കലൊന്നും അതിൽ വരില്ല, ഈ പെണ്ണുങ്ങളെ ഇതിൽ വരില്ല അന്യര്. പിന്നെ ഫിത്നത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ, പക്ഷെ നമ്മളത് കുറേ ആണ്ട് ക്ലോസ് ആവാൻ ദൂരത്തുനിന്ന് വേണ്ട കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സലാമൊന്നും പറയൂല, പക്ഷെ എല്ലാ കാര്യങ്ങളും നാട്ടിൽ വർത്താനൊക്കെ പറയും. സലാം പറയരുത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതും വേണ്ടാന്നാണ്. സലാം അതിനെക്കാട്ടി വലുതാണല്ലോ. സലാമെന്നെ ദീൻ്റെ അടിയാളായ സലാമെന്നെ വേണ്ടെന്ന് അറിയുമ്പോൾ ബാക്കിയുള്ളത് മിംബാബി ഔല പറ്റില്ലല്ലോ. അത് മാത്രം എടുത്തു കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അല്ലാതെ. മനസ്സിലായ? അപ്പോൾ ഔറത്ത് മഹ്റമിൻ്റെ അടുത്ത് തിരിച്ചു വരാം. മഹ്റമിൻ്റെ അടുത്ത് രക്തബന്ധമുള്ള മഹ്റമിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ മഹ്റം
അവരെടുത്ത് സ്ത്രീകളെ ഔറത്ത് പൊക്കൾ മുതൽ മുട്ടുവരെയാണ്. സ്ത്രീകളെ ഔറത്ത് പൊക്കൾ മുതൽ മുട്ടുവരെയാണ്. ഇതാണ് ഔറത്ത്. പക്ഷേ ഇപ്പോൾ വസ്ത്രമുണ്ട്. ഫിത്നത്തിൻ്റെ കാലമാണ്, ശൈത്താനീയത്തിൻ്റെ കാലമാണ്. ഇപ്പോൾ ആ കൗല് അതാണ് മുഅ്തമദ്. രക്തബന്ധം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉമ്മാർ പഴയ കാലത്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ വല്യമ്മമാരെ കാലം, നിങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ കുറച്ച് വല്യമ്മമാരെ കാലം എന്നറിയാം, അല്ല വല്യമ്മയുടെ ഉമ്മയുടെ കാലം, ആ ഒരു കാലം. അവർക്കൊക്കെ അവരുടെ സമയത്തൊക്കെ തുണി എടുത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ മാത്രം ചിലപ്പോൾ മറക്കലും മോളി മറക്കലുണ്ടാവുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടായിരിക്കും വീട്ടിൽ. കാരണം വസ്ത്രം കുറവാ ആ കാലത്ത് സാധാരണ അവസ്ഥയിൽ. മനസ്സിലായ? കുഴപ്പമില്ല, പൊക്കൾ മുതൽ മുട്ട് വരെയാണ് ഔറത്ത്. പക്ഷെ ഇന്ന് ഫിത്നത്തിൻ്റെ കാലമാകുമ്പോൾ നമ്മൾ ശരിക്കും പറയേണ്ടത്, നമ്മളെ വീട്ടുകളിലൊക്കെ പറയേണ്ടത്, മിഹ്നത്തിൽ പണിയെടുക്കുമ്പോൾ കാണുന്ന ഇതല്ലാത്തതൊക്കെ മറക്കണം എന്ന് പറയാം. മുഅ്തമദല്ലെങ്കിലും ഇതുപോലെ പണിയെടുക്കുമ്പോൾ കാലിൻ്റെ ഇതുവരെ കാണാം, മുട്ട് വരെ കാണില്ല, പക്ഷേ ഇതുവരെ കാണാം, ഒരു പകുതി കാല് കാണാം. കൈയാണെങ്കിൽ ഇതുവരെ കാണാം, മഹ്റമിൻ്റെ അടുത്ത് മുടി കാണാം. എന്താണ് കഴുത്തിൻ്റെ കുറച്ച് ഈ ഭാഗങ്ങൾ കാണാം, ഇങ്ങോട്ടേക്കല്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ ഈ ഭാഗം കാണും. ഈ മാക്സിയൊക്കെ ഇട്ടാണെങ്കിൽ ഈ ഭാഗം കാണും, കയ്യിൻ്റെ മുട്ട് കാണാം. അപ്പോൾ അങ്ങനെ മിഹ്നത്തിൽ ജോലി എടുക്കുമ്പോൾ വെളിവാവുന്ന സ്ഥലങ്ങളുണ്ടല്ലോ സാധാരണ, അത് എപ്പോഴും മറിച്ച് നടന്ന വീട്ടിലത്തെ പണിയെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാത്തത് മറക്കണം എന്ന് തന്നെ ഈ കാലത്ത് പറയണം. എല്ലാ ഫിത്നത്തും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചിട്ട് രൂപം കാണുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് വീട്ടിലോ പുറത്തോ ഇടാൻ പാടില്ല. അത് എന്താണ് പറയുക, മക്കളുടെ അടുത്താവട്ടെ, മക്കൾക്ക് ഉമ്മാവട്ടെ, ഉമ്മാക്ക് മക്കളാവട്ടെ, മനസ്സിലായില്ല? രൂപം വല്ലാതെ വെളിവാവുന്ന രീതിക്കുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞ ഫിത്നത്തിൻ്റെ കാലമാണ്, നന്നായിട്ട് സൂക്ഷിക്കണം. ആ വാതിലാണ്ട് ക്ലോസ് ചെയ്യാം. വാതിലെന്താ ക്ലോസ് ചെയ്യുന്ന അറിയുമ്പോൾ അത് വെറും ഉപ്പ മക്കൾക്ക് മാത്രമല്ല, സഹോദരങ്ങൾ അങ്ങോട്ടും ആ ഒരു അതായത് ഇല്ല, ഒരു ആണും പെണ്ണും എന്നുള്ളത് ഒരു ദീൻ തന്നെ പറയും, ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ വേറെ കെടുത്തണം, നിർബന്ധമാണത്. 2 ആൺമക്കളുണ്ടെങ്കിൽ ഒരു ബെഡ് കെടുത്താൽ, പക്ഷേ 2 പുതപ്പായിരിക്കണം, ഒരു പുതപ്പ് പറ്റില്ല. അത്രയും കർശനമായിട്ടാണ് അതിൽ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ആ വയസ്സിന് ശേഷം മാറ്റി കെടുത്തണം. ഒരു വകതിരിവൊക്കെ വന്നൊരു കാലം കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി കെടുത്തൽ നിർബന്ധമായി. മനസ്സിലായ? അത് വല്ലാത്ത ശുഭത്തുണ്ടാക്കും, വല്ലാത്ത ഫിത്നത്തെ കൽബിയിൽ വളർത്തി ശൈത്താൻ്റെ കളികൾ. ഈ പ്രത്യേകിച്ച് കാലത്ത്, കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ വഴി ഉണ്ടെങ്കിലും ആൾക്കാർക്ക് പേടിയുണ്ടാവും. അയാൾ ശൈത്താൻ്റെ വഴിക്ക് നടക്കുകയുണ്ടെങ്കിലും കൂടി അയാൾക്ക് സമൂഹത്തിന് പേടിയുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എന്താ ഉണ്ടാവാന്ന് പേടി. ഇന്ന് പറഞ്ഞാൽ അതായത് ഇന്ന് വളർന്നു വരുന്നത് തന്നെ എന്തും ചെയ്യുക, എന്തും ആക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റി, അത് പ്രശ്നങ്ങളും ഭവിഷ്യത്തൊക്കെ അതൊക്കെ മറന്നിട്ടുള്ളൊരു കാലമാണെന്ന്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് അതിലേക്ക് ബുദ്ധി പോവാത്ത അവസ്ഥയിലാണ് ഇന്നിപ്പോൾ കുട്ടികളൊക്കെ വളരുന്നത്. മനസ്സിലായ? നമ്മളെന്ന് പറഞ്ഞാൽ ആ ദീന് പറഞ്ഞത് സൂക്ഷിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, പ്രശ്നത്തിൻ്റെ എല്ലാ വാതിലും ക്ലോസ് ചെയ്യലായി. ആൺമക്കളും പെൺമക്കളും ഉണ്ടെങ്കിൽ ആൺമക്കളെ വേറെ കെടുത്താൽ, പെൺമക്കളെ വേറെ കെടുത്താൽ. ഇനി ഒരു റൂമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 സൈഡിൽ കെടുത്താൽ, 2 സൈഡ്, ഇവിടെ വേറെ ഇവിടെ വേറെ.
പിന്നെ കൂടുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമല്ല, നമ്മൾ അവരേൽ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പെൺകുട്ടി കുറച്ച് പ്രായത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്നെ എന്താണ് പറയുക, ഒരു എന്താണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം, നമ്മളെ പണി നമ്മൾ ചെയ്താൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അവരെന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ ഉള്ളിയിട്ടിട്ടുള്ള ഒരു ഫിത്രത്താണ്, ഒരു മനുഷ്യൻ്റെ ഫിത്രത്താണ്. അത് നമ്മൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യണം എന്നും കുറേ പറഞ്ഞു കൊടുക്കണം, കുറേ ഫിത്ന ഉണ്ടാക്കണം എന്നൊന്നുമില്ല. മനസ്സിലായ? അത് ഓട്ടോമാറ്റിക്കായി ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യും, ഉപ്പാനായിട്ട് ഇവരൊക്കെ ആൺകുട്ടികളായിട്ട് ഡിസ്റ്റൻസ് പാലിക്കും. പിന്നെ അങ്ങോട്ടുള്ള കുറേ ആണ്ട് എന്താണ് നമുക്ക് തന്നെ അത് മനസ്സിലാവും. അത് ഓരോരുത്തരുടെ ഫിത്രത്താണ്, അത് അള്ളാഹു ഇട്ടിട്ടുള്ള ഫിത്ര, സാധാരണയാണത്, ഒരു പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഔറത്ത് മറക്കാന്ന് പറഞ്ഞു. പൊക്കൾ മുതൽ മുട്ട് വരെയാണ് ഔറത്ത്. നിസ്കാരത്തിൽ ആണുങ്ങൾക്ക് എല്ലാ അവസ്ഥയിലും പൊക്കൾ മുതൽ മുട്ട് വരെയാണ്. പെണ്ണുങ്ങൾക്ക് മഹ്റമിൻ്റെ അടുത്ത് പൊക്കൾ മുതൽ മുട്ട് വരെയാണ്. നിസ്കാരത്തിലും മഹ്റമല്ലാത്തവരടുത്തും മുഖവും മുൻകൈ ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും എന്താണ് മറക്കണം നിർബന്ധമായിട്ടും, കാലടക്കം. നിസ്കാരത്തിലും അങ്ങനെ തന്നെ, നിസ്കാരത്തിൻ്റെ പുറത്ത് മഹ്റമല്ലാത്തവരടുത്തും. പിന്നെ ഉള്ളത് വേറെ ഒരു വിഷയം വരുന്നുണ്ട്. ആണുങ്ങളാവട്ടെ, ആണുങ്ങൾ മറക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, പെണ്ണുങ്ങൾ നോക്കേണ്ട, അല്ല ഫിത്തനത്തിൻ്റെ കാലമാണ് എല്ലാവരും നോക്കും എന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും അത് മറക്കണം. ഇപ്പോൾ ഒരാൾ നല്ല ശരീരമുള്ള ഒത്ത ശരീരമുള്ള ആളാണ്, ആൾക്കാരൊക്കെ എന്താണ് നോക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളത് മറക്കണം. നോക്കാൻ, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ പണിയെടുക്കണം, ഡ്രസ്സൊക്കെ ഊരിയിട്ട് പണിയെടുക്കുകയാണ്, തുണി എടുത്തിട്ട്, അപ്പം ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ നോക്കി പോകണ്ടെങ്കിൽ അയാൾ ഡ്രസ്സ് ഇടണം എന്നാ, അല്ല അയാൾ വഴി മാറണം എന്നാ, അവിടെ നിൽക്കരുതെന്നാ. പെണ്ണുങ്ങൾ ഫിത്തിനത്ത് വരുന്നുണ്ട്, ആൾക്കാർ മുഖത്ത് ഇങ്ങനെ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ മുഖം മറക്കണം എന്നാ. അതന്നെ ഫിത്തിനത്തിൻ്റെ കാലത്ത് അത് ആ ഒരു അവസ്ഥ വരും. ആൾക്കാർ മുഖം നോക്കേണ്ടെന്നോ അല്ലെങ്കിൽ മുഖം നോക്കൽ സാധാരണ അവസ്ഥയായി എന്നുണ്ടെങ്കിൽ മുഖം മറക്കാം. ആണുങ്ങൾക്ക് നിർബന്ധമാണ്, അതായത് മുഖം കൈയല്ലാത്തതും മറക്കാന്ന് അറിഞ്ഞില്ലേ. അതേ സമയത്ത് ആണുങ്ങളോട് പറഞ്ഞ് കണ്ണ് താത്ത നോക്കരുത്, ഒക്കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം എന്ന് അറിഞ്ഞത്. പെണ്ണുങ്ങളോട് പറഞ്ഞ് ഔറത്ത് മറക്കാന്ന് അറിഞ്ഞ പോലെ ആണുങ്ങളോ കണ്ണും മറക്കാന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോഴാണ് മുഖം മറക്കാന്ന് അറിഞ്ഞത്. പക്ഷേ മുഖം മറച്ചിട്ട് കണ്ണിൻ്റെ അവിടെയൊക്കെ ഈ കാണുന്ന സൈഡിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഇത് അതിനെക്കാട്ടും ഫിത്തന ഉണ്ടാക്കലായി. അത് അത്രയും പാടില്ലല്ലോ, അതും പാടില്ലല്ലോ. അത് ചിലപ്പോൾ കുറ്റം കിട്ടും. അത് മുഖം മറക്കണേനെക്കാട്ടിയും പ്രശ്നം ചിലത് മുഖം മറച്ചിട്ട് നന്നായിട്ട് ഈ സൈഡിലാണ്ട് മേക്കപ്പ് ഇടും. മുസീബത്താണത്. അപ്പോൾ നിസ്കാരത്തിന് സത്രുൽ ഔറത്ത് ഉണ്ടാവാം. ആണാവട്ടെ, ആണിന് പൊക്കൾ മുതൽ മുട്ട് വരെ, പെണ്ണുങ്ങൾക്ക് ശരീരം മൊത്തം മുൻകൈയും മുഖവും ഒഴിച്ച്. ഈ മുഖം എന്നറിയുമ്പോൾ ഇവിടെയാണ് മുഖം അവസാനിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ അല്ല. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങനെയല്ല ഇടാം, ഇങ്ങനെയാണ് ഇടാം. ആ പുറത്ത് മുഖം കാണിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഇടാം. മനസ്സിലായ? അല്ല ഇങ്ങനെ ഇടാൻ പറ്റില്ല എന്തായാലും, കാരണം ഇത് ഔറത്താണ്. ഫസ്തഖ്ബിലിൽ ഖിബ്ലത ഖായിമ, ഖിബ്ലനെ മുന്നിട, നെഞ്ചുകൊണ്ട് മുന്നിട. ഖായിമൻ നിന്നിട്ട്, മുറാവിഹം ബൈന ഖദമൈക ബിഹൈസു ലാ തദുമ്മുഹുമാ, രണ്ട് കാലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടും കൂടി ലമ്മ് ചെയ്യണ്ട. ലമ്മ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിപ്പിക്കണ്ട. ഒരു ഷിബറിൻ്റെ ഖദർ, അതായത് ഒരു ചാണം, ഈ 5 വിരലിൻ്റെ ഒരു ചാണം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 11 മുതൽ 15 സെൻറ്റിമീറ്റർ ആണ് കണക്ക്, ഒരു ചാണിൻ്റെ കണക്ക്. 11 മുതൽ 15 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ
അത്ര, അതായത് ഇന്നിപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കണ്ടല്ല, അങ്ങനെ നിൽക്കണ്ട, ഒരു ഷിബർ, അതായത് ഇങ്ങനെ സാധാരണ ഒരു ഷിബർ, സാധാരണ അർത്ഥം. ഭയങ്കരമായി കാല് കണ്ട് എന്താണ് തുറന്നു വെക്കരുത്, അതൊന്നും സുന്നത്തി വിട്ടല്ല. വസ്തവി ഖായിമാ, അതായത് നിക്ക. ഇതെപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കേണ്ടെങ്കിൽ നോക്കാം, ഇഖാമത്ത് കൊടുത്തതിന് ശേഷമാണ് എണിച്ച് നിൽക്കേണ്ടത് സുന്നത്ത്. കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിറങ്ങി എപ്പോൾ നിന്നിട്ട് നീയത്തൊക്കെ വെച്ച് നിസ്കരിക്കാനുള്ള ഒരു സമയം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉള്ളപ്പോൾ സാധാരണ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ അയാൾ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നറിയണമെങ്കിൽ അതിന് മുമ്പ് തന്നെ എണിക്കാം. ആ ഗ്യാപ്പ് ഉള്ളിടത്ത് നിസ്കാരം കിട്ടും, സഫ് കിട്ടും, മുൻസഫിൽ തന്നെ ഇരിക്കേണ്ടെങ്കിൽ ഇഖാമത്ത് കഴിഞ്ഞിട്ട് എണിക്കൽ സുന്നത്ത്. ആ കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എണിച്ചാൽ മതി. ആൾക്കാരങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? പക്ഷെ അതിന് മുൻനിരയിൽ തന്നെ പോയിട്ടിരിക്കുക, നിസ്കാരത്തിൻ്റെ സ്ഥലത്ത് തന്നെ പോയിട്ടിരിക്കുക, അപ്പോഴാണ് ആ പ്രശ്നമൊന്നും വരാത്തത്. അല്ലാണ്ട് അയാൾ ആ മൂലക്കലിരുന്നിട്ട് ഖദ് അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് അയാൾ എണിച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേനും കൈയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അതല്ല, അയാൾ മുമ്പ് തന്നെ ഖദ് സ്വല കേൾക്കുമ്പോൾ തന്നെ എണിക്കുക, അല്ലെങ്കിൽ ഖാമത്ത് തുടങ്ങുമ്പോൾ തന്നെ എണിക്കണമല്ലോ. അയാളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. എന്നിട്ട് പറയുക, എന്നിട്ട് നിവർന്ന് നിൽക്കുക. വഖ്റ ഖുൽ അഊദു ബിറബ്ബിന്നാസി തഹസ്സുനൻ മിനശ് ശൈത്താനിർ റജീം, അതായത് വസ്വാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാസ് സൂറത്ത് ഓതാം. അത് വസ്വാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അതൊക്കെ എന്ത് സമയം നന്നായിട്ട്, അതായത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്തിൻ്റെ ജവാബ് കൊടുത്തതിന് ശേഷം നീയത്തൊക്കെ മുമ്പ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ. ഇങ്ങനെ സമയം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇഖാമത്തിൻ്റെ മുമ്പ് തന്നെ എന്താ റെഡിയായിട്ട് ഓതിയിട്ട് റെഡിയാവാം. വഅഹ്ദിർ ഖൽബക്, കൽബ് ഹാദിറാക്കാം, പറ്റുന്ന പോലെ കൽബ് എന്താ ചെയ്യുക, ബാക്കിയുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിസ്കാരത്തിൻ്റെ ശ്രദ്ധ കൊടുക്കാം. വഫർരിഗ്ഹു മിനൽ വസാവിസ്, വിശ്വാസുകളൊക്കെ ഒഴിവാക്കാം. വൻദുർ ബൈന യദൈ മൻ തഖൂമു വമൻ തുനാജി, ആരെ മുന്നിലാണ് നിൽക്കുന്നത്, ആരെ മുന്നിൽ, അള്ളാഹിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. കാരണം നിസ്കരിക്കാൻ കൈ കെട്ടി കഴിഞ്ഞാൽ മാറാണ്ട് പോവും. എല്ലാ അമലും ഉയർത്തുന്നത് എന്താണ്, മലക്കുകൾ ഇങ്ങനെ ഉയർത്തിയിട്ടാണ്. നിസ്കാരം അങ്ങനെയല്ല, നിസ്കാരം മറല്ല എന്നാ. അതായത് നമ്മളിപ്പോൾ ഒരു രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ CCTV ക്യാമറയിൽ നിന്ന് എല്ലാതും കാണേണ്ട ഉള്ളിലുള്ള ആൾ. പക്ഷേ നമ്മൾക്ക് അയാൾ കാണില്ല, നമ്മളെ അടുത്തേക്ക് ഒരാൾ വിട്ടിട്ട് അയാൾ ഇങ്ങോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. ഇതൊക്കെ കാണണ്ടെങ്കിലും കൂടി അല്ലേ? പക്ഷേ അതുപോലെയല്ല നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ നേരിട്ട CCTV ക്യാമറ ഇതൊന്നല്ല. അള്ളാഹു ജല്ല ജലാലുവിന് എല്ലാതും അറിയും, ശരി തന്നെയാണ്. പക്ഷേ അമൽ എന്നറിയുമ്പോൾ ഉയർത്തുന്നത് കബൂൽ ചെയ്യുന്നതൊക്കെ അള്ളാഹാണ്. പക്ഷേ മലക്കുകളെ ഇതാണ്. ഇത് അങ്ങനെയല്ല. ഇത് അതായത് സലാം വീട്ടുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ. പെറ്റീഷൻ എഴുതിയിട്ട് നമ്മൾക്ക് ഇത് കിട്ടണ പോലല്ല. അതന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് നേരിട്ട് പോയിട്ട് കിട്ടോ കിട്ടില്ല, കിട്ടുമെന്നറിയാൻ കിട്ടും, കിട്ടില്ല എന്നറിയാൻ കിട്ടില്ല, പറയേണ്ട ആൾ പറഞ്ഞാൽ അങ്ങനെയല്ലേ. അതേ സമയത്ത് വേറെ ആളെ മുഖേന കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തി പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടോ കിട്ടില്ല എന്നറിയാം. നിസ്കാരം അങ്ങനെയല്ല. സലാം വീട്ട് കഴിഞ്ഞാൽ സലാമോടെ ഒന്നോലെ അത് പിടിച്ച് ഹദീസി വന്ന പോലെ ചുരുട്ടി കൂട്ടിയിട്ട് മോന്തക്ക് വലിച്ചെറിയും. നീ എന്നെ എടുത്തോ, ഈ പോയിക്കോന്നറിയും, അല്ലെങ്കിൽ ഓക്കെ ആക്കി വിടും. അതപ്പം തന്നെ സ്പോട്ടിൽ കിട്ടുന്ന സാധനമാണത്. നിസ്കാരം അങ്ങനെയാണ്, ഹദീസി വന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ളതാണ് നിസ്കാരം എന്ന്. സ്പോട്ടാ സലാം വീട്ടണോടത് ഒന്നോലെ എന്ത് ചെയ്യും, ഓക്കെ കബൂലായി പോയിക്കോളൂ എന്നറിയും. അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ ഒക്കെ എടുക്കണ പോലെ ഇങ്ങനെ എടുത്ത്
ചുരുട്ടി കൂട്ടിയിട്ട് മോന്തക്കണ്ട് വലിച്ചറിയും. അയ്യോ എൻ്റെ നിസ്കാരം പോയിക്കൊള്ളിക്കുന്ന അറിയും. അലാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുക, ഇബാദത്തിൽ കൂടാ, അതാണ് അതിൻ്റെ അലാമത്ത്. പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്യുക. വസ്തഹി അൻ തുനാജിയ മൗലാക ബിഖൽബിൻ ഗാഫിൽ وصدر مشحون بوساوس الدنيا وخبائث الشهوات. ഇസ്തിഹ്യ ഉണ്ടാവുക, ഹയാ ഉണ്ടാവണം. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ ഉണ്ടാവണം, ലജ്ജിക്കണം. എന്തിന്ന് ലജ്ജിക്കണം? അള്ളാഹിനോട് മുനാജാത്ത്, തേടൽ, ചോദിക്കൽ. അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യൽ നിസ്കാരം, ചോദിക്കം, എന്താണ് അഭ്യർത്ഥിക്കുക. മുനാജാത്ത് ചെയ്യുന്നത് ഗഫ്ലത്തുള്ള കൽബീന്ന്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പൈസ പിച്ച തേടുന്ന ഒരാൾ, അയാൾ എന്ത് ചെയ്യാണ്? അയാൾക്കൊരു മൊബൈലുണ്ട് എന്ന് വെച്ചോ, അല്ലെങ്കിൽ അയാൾ എന്തൊരു തിരുപിടിച്ച് എന്തേലും തരണേ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ തോന്നോ? ഗഫ്ലത്തുള്ള കൽബോണ്ടായിരിക്കരുത് മുനാജാത്ത് ഉണ്ടാവേണ്ടത്, ഹുളൂറുള്ള കൽബോണ്ടായിരിക്കണം. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചോദിക്കുമ്പോൾ ഇയാൾ ഗഫ്ലത്തിലുണ്ടാവേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. വസദരിൻ മഷ്ഹൂനിൻ ബിവസാഇസി ദുനിയാ, ദുനിയാവിൻ്റെ വിശ്വാസങ്ങളും ചിന്തകളും മനസ്സ് നിറച്ചിട്ടല്ല വേണ്ടത്. വഖബാഇസി ഷഹവാത്ത്, ഷഹ്വത്തുകൾ, ഖുബ്സുകൾ, മോശങ്ങൾ, കുറേ ഹറാം തിന്നിട്ടും ഇങ്ങനെ ഒന്നല്ല വരേണ്ടത്. എല്ലാതും വഴികളൊക്കെ അത് വരുന്നുണ്ട്, ഇതിലെന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്, പ്രോസസ്സ് ഉണ്ട് അതിന്. വഅലം, തീർച്ചയായും അറിയുക, അന്നഹു അസ്സ വജല്ല മുത്തലിഉൻ അലാ സരീറതിക്, താൻ മറച്ചു വെച്ചതൊക്കെ അള്ളാഹു കാണുന്നവനാണ്. മറിഞ്ഞു കിടക്കുന്ന തൻ്റെ മനസ്സിലുള്ളതൊക്കെ അള്ളാഹു കാണുന്നവനാണ്. വനാസിറുൻ ഇലാ ഖൽബിക, അള്ളാഹുവിൻ്റെ നോട്ടങ്ങളെ ഖൽബിൽക്ക് വികുന്നതാണ്. വഇന്നമാ യതഖബ്ബലുല്ലാഹു സ്വലാതക, അള്ളാഹു ഖബൂൽ ചെയ്യുക, നിസ്കാരത്തിന് ഖബൂൽ ചെയ്യുക, കൂലി തരാ, ഖബൂൽ ചെയ്യുക. ബിഖദ്രി ഖുശൂഇക, തൻ്റെ ഖുശൂഇൻ്റെ ഖദർ വെച്ചിട്ടാണ്. വതവാളുഇക, വിനിയം, താഴ്മ, അള്ളാഹുവിൻ്റെ മുന്നിൽ അടിമയാണെന്നുള്ള താഴ്മ വെച്ചിട്ടാണ്. വഹുദൂഇക, അനുസരണ. വതദറുഇക, അള്ളാഹുവിനോട് യാചിക്ക. ഇതനുസരിച്ചിട്ടാണ് തൻ്റെ നിസ്കാരം അള്ളാഹു ഖബൂൽ ചെയ്യുക. അത് പറഞ്ഞു ഫഅബ്ദുഹു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഫീ സ്വലാത്തിക, അള്ളാഹുവിന് നിസ്കാരത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. എങ്ങനെ ആരാധിക്കുക? കഅന്നക തറാഹ്, അള്ളാഹുവിനെ കാണുന്ന പോലെ. അങ്ങനെ അള്ളാഹുവിനെ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാതും കാണുന്നു എന്നല്ല, നമ്മളിപ്പോൾ അത് വരുന്നുണ്ട്. ഫഇല്ലം തകുൻ തറാഹു, എന്നിട്ട് ഉറപ്പിക്കുക, നിങ്ങൾ കണ്ടില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടല്ലോ, കാണുന്ന പോലെ. ഇനി അതും ഊഹിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ കാണുന്നില്ല, അള്ളാഹ് എന്നെ കാണേണ്ടത് എന്നുള്ളത് ഊഹിക്കാം. ഫഇല്ലം യഹ്ദുർ ഖൽബുക്, ഇനി അതൊക്കെ ഈ പറഞ്ഞതൊക്കെ നമ്മളെ മനസ്സിൽ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഹാളിറാക്കിയിട്ടും നമ്മൾക്ക് ഹുളൂർ, ഖൽബിൽ ഹുളൂർ വന്നിട്ടില്ല, ഗഫ്ലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫഹാദാ ലിഖുസൂരി മഅരിഫതിക ബിജലാലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അസമത്തും അള്ളാഹുവിനെ ശരിക്കും തിരിയാത്തതിൻ്റെ കുറവാണ്. അള്ളാഹിനെ തിരിയണ കയ്യും കാലൊക്കെ വിറയൽ വരും. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് അള്ളാഹ് കാണേണ്ട, ഇനി അമ്മ കണ്ടില്ല അള്ളാഹ് നമ്മളെ കാണേണ്ടെന്ന് എന്താണ് നമ്മൾക്ക് അതും ആലോചിച്ച് കൽബിൽ ഹുളൂർ വരുന്നില്ല, നിസ്കാരത്തിൽ ഖുശൂർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹിനെ ശരിക്കും തിരിയാത്തതിൻ്റെ കുറവാണ്, മാരിഫത്തില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യ ഫഖദ്ദിർ, മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു ഊഹം വെക്കാം, അത് ആലോചിക്കുക, ആലോചനയിൽ കൊണ്ടുവരാം, ഭാവനയിൽ കൊണ്ടുവരാം. അന്ന റജുലൻ സാലിഹൻ, ഒരു സാലിഹായ ഒരു മനുഷ്യൻ, മിൻ വുജൂഹി അഹ്ലി ബൈത്തിക്, തൻ്റെ കുടുംബത്തിലത്തെ വലിയ കാരണവരായ വലിയ ആളായ സാലിഹായ ഒരു മനുഷ്യൻ, യൻസുറു ഇലൈക്ക്, തന്നെ നോക്കുകയാണ്. ലി അലമ കൈഫ സലാത്ത്, തന്നെ നിസ്കാരം എങ്ങനെയെന്ന് ഇയാൾ നിരീക്ഷിക്കേണ്ടത് ഊഹിക്കാം. ഉപ്പ നിസ്കരിക്കുന്ന നല്ല സാലിഹായ ഉപ്പ നമ്മൾ നിസ്കരിക്കുന്നത് നന്നായിട്ട് നിരീക്ഷിക്കേണ്ടത് ഊഹിക്കാം,
മനസ്സിൽ ഊഹിക്കാം, ഭാവനയിൽ കൊണ്ടുവരാം. ഫഇൻദ ദാലിക യഹ്ദുറു ഖൽബുക്, അപ്പോൾ കൽബിൽ ഹുളൂറ് വരും. ഉപ്പ് നോക്കേണ്ടല്ലോ, അപ്പോൾ നന്നാക്കി നിസ്കരിക്കണമല്ലോ. വതസ്കുനു ജവാരിഹുക്, അവയവങ്ങളൊക്കെ സുക്കൂനൊരു ശാന്തതയോടെ ആയിരിക്കും അയാൾ നിസ്കരിക്കുക. അപ്പോൾ അയാളെ കുടുംബത്തിൽ നിന്ന് സാലിഹായ ഒരാൾ നിസ്കരിക്കുന്നൊക്കെ ഒരാൾ അയാൾ നിസ്കാരം നിരീക്ഷിക്കേണ്ട, അയാൾ പെട്ടെന്ന് നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കാരം നിരീക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് മനസ്സിൽ എന്ത് ചെയ്യുക, ഭാവനയിൽ കൊണ്ടുവന്നിട്ട് നിസ്കരിക്കുക. എന്നിട്ട് പറഞ്ഞു അങ്ങനെ നിസ്കരിക്കുക ഹുളൂറ് വരുന്ന വരെ. അങ്ങനെ ഹുളൂറ് വന്നു കഴിഞ്ഞാൽ സുമ്മർജി അലാ നഫ്സിക്, നഫ്സിൽക്ക് മടങ്ങുക. അത് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം, സ്റ്റെപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. വഖുൽ, എന്നിട്ട് നഫ്സിനോട് പറയുക, അലാ തസ്തഹി മിൻ ഖാലിഖിക വ മൗലാക്, അള്ളാഹുവിനോട് ലജ്ജയില്ലേ, മനസ്സിൽ ലജ്ജയില്ലേ, ഹയാ ഇല്ലേ, നാണമില്ലേ, ലജ്ജ ഇല്ലേ. إذ قدرت اطلاع عبد ذليل من عباده عليك, തൻ്റെ മനസ്സിൽ ഭാവനയിൽ ഒരു അടിമയെ താൻ ഭാവനയിൽ കൊടുന്നു, തന്നെ കാണുന്ന ഊഹിച്ച് തൻ്റെ ഭാവനയിൽ കൊടുന്നു. ദലീലിൻ, നിന്ദിതനായ, അതായത് അള്ളാഹുവിനെ നിന്ദിതനായ, അള്ളാഹുവിന് ആവശ്യമുള്ള, മിൻ ഇബാദിഹി അലൈക, വലൈസ ബിയദിഹി, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, അവൻ്റെ കഴിവിലൊന്നുമില്ല, ദറുക, ഉപദ്രവിക്കാൻ കഴിയൂല, വലാ നഫ്ഉക, ഖശഅത് ജവാരിഹുക്, തൻ്റെ അവയവങ്ങളൊക്കെ ശാന്തമായി. ഖുശൂ എന്ന് പറഞ്ഞാൽ ഖുശൂവിൻ്റെ ഒരു അടയാളം ശാന്തമാവുക, കുറേയാണ്ട് ഇങ്ങനെ മാന്തലും പിടിക്കാണ്ടൊക്കെ ഇരിക്കുക, അവയവങ്ങളൊക്കെ ശാന്തമാവുക. വഹസുനത് സ്വലാത്തുക്, തൻ്റെ നിസ്കാരമൊക്കെ നന്നായി. ആർക്ക് വേണ്ടിയിട്ട്? കാണിക്കാൻ വേണ്ടിയിട്ട് അത്ര നന്നായി. സുമ്മ ഇന്നക്കി തഅലമീന അന്നഹു മുത്തലിഉൻ അലൈക്കി, തൻ്റെ മനസ്സിൽ അറിയാലോ അള്ളാഹ് കാണുന്നുണ്ട് എന്നറിയാലോ. വലാ തഖ്ശഈന ലിഅസമതി, അള്ളാഹുവിൻ്റെ അസമത്തിന് ഖുശൂ വരുന്നില്ല. ഈ ആൾക്ക് ഖുശൂ വന്ന, അടിമക്ക് വേണ്ടി ഖുശൂ വന്ന മനസ്സ്, അതാദ്യം ആ ഒരു ഇതിൽ കൂടി പ്രോസസ്സിൽ കൂടി നമ്മൾ പോയി ഖുശൂ ഒക്കെ ആയതിനു ശേഷമാണ് ആ അടുത്ത ലെവല്, മനസ്സിനെ പേടിപ്പിക്കുക. ആദ്യം തന്നെ പേടിക്കണം അള്ളാഹിനെ തിരിയാണ്ടാണ്, പക്ഷെ ഖുശൂ വരാനുള്ള മാർഗങ്ങൾ തേടാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളറിയുന്ന ഒരു കുടുംബക്കാരന് വന്ന് അവർ നോക്കുക, അല്ലെങ്കിൽ എന്താണ് നിസ്കരിക്കുമ്പോൾ അള്ളാഹ് അത് കണ്ടാൽ എന്താ പറയുക, അപ്പോൾ കുറച്ചുകൂടി ശാന്തമായിട്ട് അയാൾ നിസ്കരിക്കും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അറ്റ്ലീസ്റ്റ് ഖുശൂ വരാനുള്ളതല്ലേ, റിയാ ആയിട്ടല്ല, അതൊരു നഫ്സിനെ തദ്രീബായിട്ട് കൂട്ടിയാൽ മതി, പ്രാക്ടീസ്. പിന്നീട് അത് ഖുശൂ പതിവാവുമ്പോൾ ആദ്യം എല്ലാതും തുടക്കത്തിൽ കാണിക്കലും രൂപങ്ങളാണ്. കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ, അതല്ല മനസ്സിന് അങ്ങനെയാണ്, കബളിപ്പിക്കലാണത്. അങ്ങനെ പിന്നീട് അതൊരു ആദത്തായി, അത് പിന്നീട് ഒരു സാധാരണ ആയി മാറും. പിന്നെ അള്ളാഹുവിനെ ആലോചിച്ച് അള്ളാഹുവിൻ്റെ ഹുളൂറിക്ക് അത് കൊണ്ടുവരലാണ്. ഇപ്പോൾ ദിക്ർ, എല്ലാവരും ദിക്റല്ല, എല്ലാ കൽബ് ഹുളൂറുണ്ടായിട്ടാ, പക്ഷെ അതൊന്നൊന്നായിട്ട് ഒന്നൊന്നിലേക്ക് കൊണ്ടുവരില്ല. ഹൈറുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ വഴിയൊന്നും മുടക്കാൻ നിൽക്കരുത്. എങ്ങനെ ഹൈറ്, ഏത് വാതിലിന ഹൈറ്, അള്ളാഹു അതിൻ്റെ രൂപത്തിൽ നമുക്ക് നിൽക്കാൻ തൗഫീഖ് എന്നാൽ ബാക്കിയുള്ളത് നമ്മളെ കുറച്ചായിട്ട് അള്ളാഹു തൗഫീഖ് തരും. അതിന് വേണ്ടി ദുആ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ഹൈറും ചെറുതായിട്ട് കാണരുത്. ചെറിയൊരു ഹൈറ് കൊണ്ടിരിക്കും അള്ളാഹു വലിയ ഹൈറ് തുറത്തരും. മനസ്സിലായ? നമ്മളെല്ലാതും വാതിലുകളൊക്കെ തുറക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ പറഞ്ഞതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഹഖീഖത്തി പ്രശ്നമുണ്ട്, പക്ഷേ നമ്മൾ അതൊരു വാതിലായിട്ട് കാണാം. എന്നിട്ട് പറയാ, നഫ്സിനോട് പറയാം, അഹുവ തആല അഖല്ലു ഇൻദക മിൻ അബ്ദിൻ മിൻ ഇബാദി, അല്ലാഹു ഈ അടിമനെക്കാട്ടും എന്താണ് അഖല്ലാണോ? അള്ളാഹു അസമത്തുള്ളവനല്ലേ. അപ്പോൾ ഈ അടിമൻ്റെ എത്ര സ്ഥാനം മനസ്സിലില്ലേ അള്ളാഹുവിന്? അപ്പോൾ മനസ്സിന് ഭയം വരും. ആദ്യം അങ്ങനെ ഖുശൂ കൊണ്ടുവരണം, എന്നിട്ട് മനസ്സിനെ ഭയപ്പെടുത്തിക്കണം. അങ്ങനെയാണ് കുറച്ചായിട്ട് എത്താം. അപ്പോൾ ഇത് ഭയത്തിൻ്റെ പേരിൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിലല്ല വേണ്ടത്.
അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരൊക്കെ കാണുന്ന രീതിക്ക് ഒരു CCTV ക്യാമറേൻ്റെ മുന്നിൽ നമ്മൾ നിസ്കരിക്കാമെന്ന് ഊഹിച്ചാൽ മതി ഈ കാലത്ത്. വീട്ടുകാർ മാത്രമല്ല, എല്ലാവരും യൂട്യൂബിൽ കാണുന്ന നിസ്കാരമാണെന്ന് ഊഹിച്ചാൽ മതി. ലൈവായിട്ട് യൂട്യൂബിൽ കാണുന്ന നിസ്കാരം. ഇപ്പം ഈ ഇതിലിപ്പോൾ ആ കാലത്തനുസരിച്ച് പറഞ്ഞു. ഞാൻ പറയുകയാണ്, ഇന്നിപ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിൽ ഖുശൂ വരാനുള്ള ഒരു വഴി ലൈവിൽ അയാൾ നിസ്കരിക്കുകയെന്ന് വെച്ചാൽ മതി. അയാൾ ലൈവിൽ എപ്പോൾ ഉള്ളത്, ആയിരക്കണക്കിന് ആൾക്കാർ അയാൾ കാണേണ്ടത് അയാളെ നിസ്കാരം എന്ന് ഞാൻ തമാശക്ക് പറഞ്ഞല്ല, അങ്ങനെ മനസ്സിൽ ഹുളൂറാക്കി ഇങ്ങനെ കൊണ്ടുവരാം. ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും ദുനിയാവൊക്കെ വിട്ട് അള്ളാഹുവിന് വേണ്ടി നിന്നിതനായി അള്ളാഹ് അനുസരിച്ച് നിൽക്കാന്നാണ്. അനുസരണൻ്റെ ഒരു ഭാഗം കുറേയിട്ട് ഇങ്ങനെ എളുക്കലല്ല, കുറേയിട്ട് മാന്ത, കുറേയിട്ട് തോണ്ട, അതൊന്നും ഖുശൂ എന്ന് പറഞ്ഞാൽ അവയവങ്ങളൊക്കെ ശാന്തമാവുക, മനസ്സിൽ അള്ളാഹുവിൻ്റെ ഹുളൂറുണ്ടാവുക, അതൊക്കെയാണ്. മനസ്സിലായ? പറഞ്ഞിരിക്കുക. ഇതാണ് റൂഹ് വരാൻ വേണ്ടിയിട്ട്, നിസ്കാരത്തിൻ്റെ റൂഹാണത്. അതില്ല എന്നുള്ള രൂപങ്ങൾ മാത്രമായി. നിസ്കാരത്തിൻ്റെ റൂഹാണ് ഈ പറഞ്ഞ ഖുശൂ. അത് വേണം, നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുക, പുറത്തരാൻ പറയുക. അള്ളാഹ് വീട്ടിയാൽ ഖുശൂഉള്ള അള്ളാഹ് വീട്ടലുണ്ടാ? അല്ല, ശരിയായിട്ടെന്ന് തോന്നേണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓരോ കാലം മുന്നോട്ട് പോകുമ്പോൾ പഴയത് വീണ്ടും നിസ്കരിക്കേണ്ടി വരും. അങ്ങനെയല്ല, ഫർദ് കഴിഞ്ഞ് ഞാൻ അടുത്തതിൽ നന്നാക്കാൻ നോക്കണം. മനസ്സിലായ? അടുത്തത് നന്നാക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നല്ല സാലിഹായ ഒരു മനുഷ്യന്, മുജാഹദത്ത് ചെയ്യണ ഒരു മനുഷ്യനെ, സ്വയം ഇങ്ങനെ റിയാദ ചെയ്യണ മനുഷ്യനൊക്കെ ആണെങ്കിൽ ഒരു 30 വർഷം കഴിഞ്ഞാൽ അയാൾ പറയും 10 വർഷം മുമ്പത്തെ നിസ്കാരം റബ്ബേ അത് മാറ്റി നിസ്കരിക്കണം. 40 വർഷം കഴിഞ്ഞാൽ അയാൾ പറയും റബ്ബേ 10 കൊല്ലം. അപ്പോൾ ഇയാൾ എപ്പോഴാണ് തീരാ? കളിയായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഫർള്, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഫമാ അശദ്ദ തുഗ്യാനകി വജഹ്ലകി, തൻ്റെ വിഡ്ഢിത്തരം, ഇതൊക്കെ തൻ്റെ വിഡ്ഢിത്തരമൊക്കെ എന്തൊരു ശക്തമായ വിഡ്ഢിത്തരമാണ്, പൊട്ടത്തരാണ്. വമാ അഅ്ളമ അദാവതകി ലിനഫ്സികി, സ്വയത്തിനോടുള്ള ശത്രുത എന്തൊരു ശത്രുതയാണ്. അള്ളാഹനെ ഭയക്കാത്ത എന്ത് മനസ്സാണ് എന്നാണ് പറയുന്നത്, പേടിപ്പിക്കാൻ. ഫആലിജ് ഖൽബക ബിഹാദിൽ ഹീലൽ, ഈ ഹീലത്ത് കൊണ്ട്, കണ്ട ഹീലത്ത് എന്നാണ് പറഞ്ഞത്. ഹീലത്ത് എന്ന് പറയുന്ന തന്ത്രം. ഈ തന്ത്രം കൊണ്ട് കൽബിനെ മുആലജത്ത് ചെയ്യും. ഞാൻ പറയുന്നു, ഇന്നിപ്പോൾ ഒരാളിനെക്കാട്ടിയും ഒരു ലൈവായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ആൾ നോക്കുന്ന ലൈവായിട്ട്, അയാൾ മുന്നിലും താഴെന്നോ സൈഡിൽ നിന്നൊക്കെ ക്യാമറ വെച്ചിട്ട് ലൈവായിട്ട് അയാൾ കാണാണ്. ഇപ്പോൾ ഒരാൾ ലൈവിൻ്റെ മുന്നിൽ നിസ്കരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇമാമികളൊക്കെ ക്യാമറൻ്റെ മുന്നിൽ നിസ്കരിക്കുമ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഖുശൂഉം കണ്ണിൽ നിന്നൊക്കെ ഒലിച്ചിട്ടൊക്കെയാണ് വരുന്നത്. മനസ്സിലായ? ഇല്ല, എന്തൊരു ഖുശൂആണ് റബ്ബേ. അപ്പോൾ അത്രയും ക്യാമറ മുന്നിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ള വേണ്ട കൊണ്ടുവരന്നെ ഹീലത്താണത്. അതൊരു ഹീലത്താണ്. ആ ഒരു ഹീലത്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയേ, കുറച്ചെങ്കിലും ഖുശൂഅ് വരുന്ന അതൊരു ഖൈറല്ലേ. ഫഅസാഹു അൻ യഹ്ദുറ മഅക ഫീ സ്വലാതിക്, ചിലപ്പോൾ ഖൽബ് ഹാളിറാവാം ഈ ഹീലത്ത് കൊണ്ട്. فإنه ليس لك من صلاتك إلا ما عقلت منها, താൻ ശ്രദ്ധ കൊടുത്ത് തൻ്റെ ഖൽബ് ഹാളിറായ എത്രയാണ് നിസ്കാരത്തിൽ നിന്നുള്ളൂ അത്രയേ തനിക്ക് നിസ്കാരമുള്ളൂ. ഫർള് വീടും പക്ഷെ നിസ്കാരത്തിൽ നിന്ന് എത്ര ശതമാനമാണ് ഖൽബ് ഹാളിറായിട്ട് നിസ്കരിച്ചത് അത്ര ശതമാനം ശരിക്കും ഉള്ളൂ അയാൾക്ക് നിസ്കാരം. ബാക്കിയുള്ളൊക്കെ ചുരുട്ടി കൂട്ടി പോകുന്നത് കണ്ട് വലിച്ചെറിയും, വൈക്കോളിന്ന് പറയും. 10%, 5%, 5% അയാൾക്ക് നിസ്കാരം. ഹദീസാണല്ലോ, ഇന്നലക മിൻ സ്വലാത്തിക മാ അഖൽത മിൻഹാ.
ഗുരുതരമായ വിഷയമാണത്. ഫർള് വീടും, ഫർള് വീടാൻ ഫർളുകൾ എടുത്താൽ ഫർള് വീടുമല്ലോ, ഷർത്തുകളും ഫർളുകളും ചെയ്താൽ ഫർള് വീടും. പക്ഷേ നിസ്കാരത്തിൽ നിന്ന് എത്ര കിട്ടുക, എത്ര ഖൽബ് ഹാദിറ എത്ര കിട്ടുള്ളൂ. وأما ما أتيت به مع الغفلة فهو إلى الاستغفار والتكفير أحوج. ഗഫലത്തോടെ കൊടുന്നിട്ടുള്ള നിസ്കാരം അത് ഇസ്തിഗ്ഫാറിനും അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിനോട് തൗബ തേടൽ ആവശ്യമുള്ള നിസ്കാരമാണത്. ആ നിസ്കാരം നിർബന്ധമാണ്. അത് ഗഫലത്തോടെ നിസ്കരിച്ചതിന് അള്ളാഹുവിനെ പുറക്കലിനെ തേടണം. അത് അത്രയും പുറക്കലിനെ തേടൽ ആവശ്യമുള്ള നിസ്കാരമാണെന്നത്. എങ്ങനെ അതും അങ്ങനെയാണെങ്കിൽ പഞ്ചറുള്ള ടയർ എന്താണ് മാറ്റി, എന്നിട്ട് പഞ്ചറുള്ള ചട്നി എടുത്തിട്ട് വെച്ചു. ഓരോ ഓട്ടം അടിച്ച് വേറെ ഒട്ടുള്ള സാധനം കൊണ്ട് ഒരു ഓട്ടം അടിച്ച് കുറച്ചൊക്കെ പരിഹരിക്കും. സുന്നത്ത് നിസ്കാരം കൂടുതലും പരിഹരിക്കണേൽ ഇങ്ങനെ പോണതല്ലേ. പക്ഷേ അതോട്ടാണെങ്കിൽ പിന്നെ എന്തിനെന്ത് പരിഹരിക്കല്? അതായത് നിങ്ങൾ പറയാണ്ട് സുന്നത്ത് നിസ്കരിക്കണം എന്നായി. ഇപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് പോകണ്ടേ, ഓട്ടകളൊക്കെ അടങ്ങണ്ടേ അള്ളാഹു. അപ്പം അതിനൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്താണ് മുഅ്മിനീങ്ങൾക്ക്. നിസ്കാരം കഴിഞ്ഞാലും 3 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ല. 33 എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹ് പുറത്തരാൻ വേണ്ടിയിട്ടുള്ള 33 പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലെങ്കിൽ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതും രണ്ടും ഒരു സ്ഥാനത്താണ് വരുന്നത്. ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തൊക്കെ അള്ളാഹ് പുറത്തരുന്ന. അതൊക്കെ എന്തിനാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റായിട്ട് വെച്ചത്? ഇതൊക്കെ പോവണ്ടേ അള്ളാഹിൻ്റെ മുന്നിൽ? റബ്ബേ ഈ കാട്ടിക്കൂട്ടിയതിനെ റബ്ബ് പുറത്തരണ്ടേ? നോണല്ല ഇയാൾ പറഞ്ഞത്. അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് എല്ലാത്തിനെക്കാട്ടിയും വല്ലവൻ എന്നറിഞ്ഞ് കൈ കെട്ടിയിട്ട് ദുനിയാവ് എല്ലാതും അള്ളാഹിനെക്കാട്ടിയും വലുതായ പോലെയാണ് അയാൾ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാതും അയാൾക്ക് ഓർമ്മയുണ്ട്, അള്ളാഹിനെ ഓർമ്മല്ല. ആലോചിച്ചൊക്കെ, അള്ളാഹാണ് എല്ലാത്തിനെക്കാട്ടിയും വലിയവൻ, അള്ളാഹുവിനെക്കാട്ടിയും വലിയവനില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കൈ കെട്ടിയതിൻ്റെ ശേഷം അയാൾ ദുനിയാവിൽ കാര്യങ്ങൾ അലിക്കുമ്പോൾ അലിച്ചൊക്കെ നോണല്ല അയാൾ പറഞ്ഞത്. ഫൈദാ ഹദറ ഖൽബുക. ഇനി ഫിഖ്ഹിലേക്ക് വരാണ്. ഈ ഭാഗം ഫിഖ്ഹിൻ്റെ ഭാഗമല്ല, ഈ പറഞ്ഞതൊക്കെ അത് നിസ്കാരത്തിൻ്റെ റൂഹാണ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചെയ്താൽ ശരിയാവുന്നതും ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്ന എന്നുള്ള രൂപങ്ങളിൽ വീട്ടേണ്ടത് രൂപങ്ങളാണ് പറയുന്ന ഫിഖ്ഹ്. മനസ്സിലായ? ഫൈദാ ഹദറ ഖൽബുക, തൻ്റെ ഖൽബ് അങ്ങനെ ഹാദിറായാൽ, ഹാദിറാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഫലാ തത്രുകിൽ ഇഖാമത വഇൻ കുൻത വഹ്ദക. ഇഖാമത്ത് വിടരുതേ. അതായത് ഇതൊക്കെ ഹാദിറാക്കി റെഡിയാക്കി ഇഖാമത്ത് വിടരുത്. ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടത് ജമാഅത്തിൽ നിസ്കരിക്കൊക്കെ ഇഖാമത്ത് വേണം. ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടതിൽ ഇഖാമത്തിൻ്റെ ഒപ്പം ബാങ്കും വേണം. ബാങ്ക് പള്ളിയുടെ നിസ്കാരത്തിന് പള്ളിയുടെ ബാങ്ക്, സ്വന്തം നിസ്കാരത്തിന് നമ്മൾക്ക് ബാങ്ക് കൊടുക്കണമല്ലോ. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, നിസ്കരിക്കുക. പള്ളിയുടെ ബാങ്ക് പള്ളിയുടെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും അതതിൻ്റെ നിസ്കാരം അതല്ലേ. وإن انتظرت حضور جماعة ജമാഅത്ത് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഫഅദ്ദിൻ സുമ്മ അഖിം. ബാങ്കും ഇഖാമത്തും കൊടുക്കുക. മനസ്സിലായ? അതായത് ബാങ്ക് കൊടുത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുക, അല്ലാത്തതിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. നിർബന്ധമല്ല, സുന്നത്താണ് ഇതൊക്കെ. മനസ്സിലായ? ഇന്നിപ്പോൾ മിക്കതും ഇഖാമത്ത് കൊടുത്തിട്ടാണ് നിസ്കരിക്കല. അതൊക്കെ സുന്നത്ത് വിടലാണ്. ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. മനസ്സിലായ?
ഫഇദാ അഖംത ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൻവി നിയ്യത്ത് വെക്കുക ബിഖൽബിക അദാ ഫർദി ദുഹ്രി നിയ്യത്ത് വെക്കാൻ പറയുകയാണ്. ദുഹർ നിസ്കരിക്കേണ്ടെങ്കിൽ ദുഹറിൻ്റെ 3 കാര്യങ്ങളാണ് ഫർദിന് നിയ്യത്ത് വെക്കണം. ഫർദാണെന്ന് നിയ്യത്ത് വെക്കണം, നിസ്കാരമാണെന്ന് ഓർമ്മ ഉണ്ടാവണം, ഫർദാണെന്ന് ഓർമ്മ ഉണ്ടാവണം. എന്തൊക്കെ വേണം? ഒന്ന് നിസ്കാരമാണെന്ന് ഓർമ്മ വരണം, ഫർളാന്ന് ഓർമ്മ വരണം, ആ ഫർള് ഏതാന്ന് ഓർമ്മ വരണം. കാരണം നിസ്കാരമാണെന്ന് ഓർമ്മ വരേണ്ടത് എക്സസൈസ് അല്ലത്, നിസ്കാരമാണ്. ഫർളാന്ന് ഓർമ്മ വരണതിൻ്റെ കാര്യം ഈ രൂപത്തിൽ സുന്നത്തുണ്ടല്ലോ, 4 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അല്ലെങ്കിൽ 3 റക്അത്ത് വിത്റുണ്ടല്ലോ. ഫർളാണോ സുന്നത്താണോ തിരിച്ചറിയണ്ടേ. പിന്നെ ഏത് നിസ്കാരമാണെന്നറിയുന്നത് അതും തഈന് വേണമല്ലോ. ഇപ്പോൾ ളുഹർ 4 പോലെ ഇശാ 4 അല്ലേ വരുന്നത്, ഈ 4 ഏതാണെന്ന് അറിയണ്ടേ. ഈ 3 നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഫർളായ ളുഹർ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് കൽബിൽ വേണം, കൽബിലാണ് വേണ്ടത്. കൽബിൽ വരാനും വസ്വാസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയ്യത്ത് ഉച്ചരിക്കുക. അതായത് ആലോചിച്ച് നിയ്യത്ത് ഉച്ചരിച്ച് അപ്പം തന്നെ അല്ലാഹു അക്ബർ എന്നറിയാമെന്ന് പറഞ്ഞത്, അപ്പം തന്നെ. അതായത് നവൈതു അൻ ഉസല്ലി ഫർദ സ്വലാത്തി ദുഹ്രി 4 റക്അത്ത് മുതവജ്ജിഹൽ ഖിബ്ലത്തി അദാഇൻ ലില്ലാഹി തആല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അത് പോകാനുള്ള സമയം തന്നെ കിട്ടിയില്ല എന്നുള്ള രൂപത്തിൽ തക്ബീറാണ്ട് ചൊല്ലാം. വസ്വാസ് വേണ്ട. അത് നമ്മൾ കുറേയാണ്ട് ചുഴുങ്ങിയാണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. പറഞ്ഞു തരിങ്ങില്ലേ? وليكن ذلك حاضرا في قلبك عند تكبيرة الإحرام. ഇഹ്റാമിൻ്റെ തക്ബീറത്തിൻ്റെ സമയത്ത് കൽബിൽ ഹാദിറായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൽബിൽ ഹുളൂർ വേണം. ഇപ്പോൾ ചില ആൾക്കാർ ആ ഹുളൂറിന് വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ ഇയാൾ കൈ ഇങ്ങനെ പോണ കാണാം. ഒന്ന് അത് കൈ പോയത് തെറ്റ്, അത് അങ്ങനെയല്ല വേണ്ടത്. അത് ആ രൂപം ശരിയല്ല, രൂപം പ്രശ്നമുണ്ട്. 1 രൂപം അങ്ങനെയല്ല. 2 ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഉള്ളിൽ നവൈതു അൻ ഉസല്ലി ഫർള സലാത്തി അദ്ദുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി ലില്ലാഹി തആല. അപ്പോൾ അയാൾ ളുഹ്റാന്ന് അറിയുമ്പോൾ ഫർളാന്ന് അറിഞ്ഞിട്ടില്ല, ഫർളാന്ന് അറിയുമ്പോൾ നിസ്കാരം എന്ന് അറിഞ്ഞിട്ടില്ല, ഓരോന്നും സമയത്ത്. അപ്പോൾ അയാൾ എവിടെ? ഈ മുഴുവനും തുടക്കം മുതൽ റാ വരെ വരണം എന്നാ. ഞാൻ ഫർള ളുഹർ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ കഴിഞ്ഞ് സമൽപ്പല്ല, അല്ലാഹു അക്ബർ കഴിഞ്ഞ്. മാത്രമല്ല തക്ബീറത്ത് ഇഹ്റാം ജസ്മ എന്നാണ്, പെട്ടെന്ന് ചൊല്ലണം എന്നാ. കാരണം ആ നിയ്യത്ത് റായിൻ്റെ ഒപ്പം ഉണ്ടാവണ്ടേ. കുറേ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ നിയ്യത്ത് പോവും. പിന്നെ നിയ്യത്ത് 1 കഴിഞ്ഞിട്ട് 1 അല്ല, അത് മുഴുവനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നവൈതു അൻ ഉസല്ലി മനസ്സിൽ ഭാവിക്കുക, ഞാൻ ളുഹർ നിസ്കരിക്കുന്നു, 6 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ. ആ പറച്ചിലും കഴിയലുമായി നിയ്യത്ത് ഉള്ളതുമായി ഇല്ലേ. ആ പോകാനുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെ. നീട്ടരുത് എന്നാ. അല്ലാഹു അക്ബർ ഇല്ല, ആ തക്ബീർ അവിടെ വേണ്ട. പറഞ്ഞു കഴിഞ്ഞാ ولا يعزب ذلك عنك قبل الفراغ من التكبير. തക്ബീർ കഴിയുമ്പോൾ മനസ്സിക്കുന്നത് പോവരുത്. ആ പോവരുത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണം. അതിനാണ് ഉച്ചരിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ എന്ന് അറിയുമ്പോൾ ആ പോകാനുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ടാ? ശരിക്കും ഗ്യാപ്പ് ഹഖീഖങ്ങളെന്ന് ഊഹിച്ചാൽ അത്രയാണ് ഇപ്പോൾ നമ്മൾക്ക് ആവശ്യം വരുള്ളൂ. ഭയങ്കരമായി ഊഹിച്ച് ഭയങ്കരമായി ആക്കാൻ അത്രയും ആദ്യം ഇതുകൊണ്ടായോ? മനസ്സിലായ? വസ്വാസ് ഉണ്ടാക്കരുത്. وارفع يديك عند التكبير بعد إرسالهما أولا إلى منكبيك وهما مبسوطتان وأصابعهما منشورة. അതായത് കൈ പൊന്തിക്ക, മങ്കിബ് വരെ, ഷോൾഡർ വരെ, അല്ലെങ്കിൽ ഇതുവരെ ചവിട്ടിൻ്റെ കുറ്റി വരെ, ഇതുവരെ. ഇതിനെന്താ പറയുക? അതന്നെ അതുവരെ പൊന്തിക്കാം. എന്നിട്ട് എന്താ ചെയ്യുക?
മബ്സൂത്തൻ വിടർത്തിയിട്ട് വസാബിഉഹുമ മൻഷൂറ, ഇങ്ങനെയല്ല, ഇങ്ങനെ സാധാരണ ഒരു പിടി, ഭയങ്കരമായി വിടർത്തണമെന്നോ ഭയങ്കരമായി പിടിക്കണമെന്നല്ല, സാധാരണ മൻഷൂറ. വലാ തതകല്ലഫ് ദമ്മഹുമ, അത് ഭയങ്കര പൂട്ടി പിടിക്കാനും നോക്കണ്ട. വലാ തഫ്രീജഹുമ, ഭയങ്കര ഇങ്ങനെ വിടർത്താനും നോക്കണ്ട, സാധാരണ പിടിക്കാം. വർഫഅ ബിഹൈസു യുഹാദി ഇബ്ഹാമുക ശഹ്മത ഉദുനിക, അതായത് ഈ വിരല് ഇവിടെ ചെവിടിൻ്റെ ഈ ഇതുണ്ടല്ലോ ഇറച്ചി, അത് അവിടേക്ക് എത്തിക്കുക, അതായത് അവിടെ തൊടാന്നല്ല, അതിനെ സമമായിട്ട് വെക്കുക. വറൂഷു അസാബിഇക ആലി ഉദുനൈക, വിരലിൻ്റെ തലഭാഗം ചെവിടിൻ്റെ മോളിക്കായിട്ട്, അതിങ്ങനെ. വതുഹാദി ബികഫൈക മൻകിബൈക, തൻ്റെ കൈപ്പത്തികളൊക്കെ എന്ത് ഷോൾഡറിൻ്റെ മുകളിലായിട്ട്. فإذا استقرتا في مقرهما فكبر, അത് അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലുക. അത് മുഅ്തമദല്ല, അതായത് ഒരു പറയുന്നത് അനുസരിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി തക്ബീർ ചൊല്ലാന്നാണ്. മുഅ്തമദ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞത് ഇങ്ങനെ പൊന്തിച്ച് ഇവിടെ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കേട്ടാ. മുഅ്തമദ് അങ്ങനെയല്ല വരുന്നത്. മുഅ്തമദ് വരുന്നത് നോക്കാം, കൈ താത്ത എന്നിട്ട് അല്ലാഹു അക്ബർ. കാരണം തക്ബീർ ചൊല്ലുന്നത് കൈ കെട്ടണേനാ. കൈ കെട്ടല് തക്ബീറിനാണ്. തക്ബീറാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ തക്ബീറിൻ്റെ ഓരോ നിമിഷം കൈ കെട്ടലായിരിക്കണം. അപ്പം കൈ പൊന്തിക്കാന്നല്ലേ, റഫ ആണല്ലോ. അപ്പം റഫ അവസാനിക്കുന്നത് റാവ് കൊണ്ടായിരിക്കണം. അപ്പം റഫ തുടങ്ങുന്നത് അലിഫ് കൊണ്ടായിരിക്കണം. അല്ലാഹു അക്ബർ, റഫ കഴിഞ്ഞ് കേട്ടോ പറഞ്ഞു തരിക എങ്ങനെ അല്ലാഹു അക്ബർ. അതായത് ഇന്നിപ്പോൾ അങ്ങനെ ഇപ്പം നിസ്കരിക്കുക, നവൈതു അൻ ഉസല്ലി ഫർദ സ്വലാത്തി ദുഹ്രി 4 റക്അത്ത് മുതവജ്ജിഹൽ ഖിബ്ലത്തി ലില്ലാഹി അദാ ലില്ലാഹി തആല അല്ലാഹു അക്ബർ. അങ്ങനെയല്ല, ലില്ലാഹി തആല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അയ്യോ, കുറച്ച് പ്രാക്ടീസ് വന്നാൽ ശരിയായിക്കോട്ടെ. അദാ ലില്ലാഹി തആല, അദാ ലില്ലാഹി തആല അല്ലാഹു അക്ബർ. ഇങ്ങനെ അല്ലാഹു അക്ബർ, ആ സംഭവമില്ല. കണ്ടാൽ മനസ്സിലാവാൻ മലയാളിയാണ്. അതെവിടുന്ന് അയാൾ എന്ത് ചെയ്യാണെന്നറിയോ, അരിഫിൻ്റെ റായിൻ്റെ ഇടയിൽ നീയത്ത് കൊണ്ടുവരികയാണ്. ഇയാളെ വിചാരത്തിൽ ഏത് നീയത്താണ് വേണ്ടത്? ഖൽബിൽ ഹുളൂറാണ് വേണ്ടത്. ഇയാളെ മനസ്സിൽ ഖൽബി ഹുളൂറല്ല, ഉസല്ലി എന്നുള്ള വാക്കുകൾ ഇങ്ങനെ തരത്തി അത് ശരിയാവുമല്ല അവിടെ. ചിലപ്പോൾ അയാളെ തക്ബീറത്തും ശരിയാവില്ല, നീയത്തും ശരിയാവില്ല. അങ്ങനെ ചെയ്താൽ ഉൾട്ടാണ് ഉണ്ടാവുക. ശരിയാവാൻ വേണ്ടി ചെയ്തത് ഉൾട്ടായിട്ടാണ് പോവുക. അത് ഒരാൾ പറയുകയാണ് അത് കൂടുതൽ ചെയ്താൽ നന്നാവോന്നല്ല, കൊളാവാണ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു ഫകബ്ബിർ, തക്ബീർ അവസാനിപ്പിക്കുക. സുമ്മ അർസിൽഹുമാ ബിരിഫ്ഖിൻ, എന്നിട്ടത് താത്ത. വലാ തദ്ഫഅ യദൈക ഇൻദ الرفع والإرسال إلى قدام دفعا ولا إلى خلف ولا تنفضهما يمينا وشمالا. അതായത് കൈ പൊന്തിക്കുമ്പോൾ ഭയങ്കര മോളിക്കും താഴ്ത്തുമ്പോൾ നന്നായിട്ട് ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും ബാക്കോട്ടൊന്നും കൈ പൊന്തിക്കണ്ട. കൈ ഉള്ളതുപോലെ സാധാരണ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കേട്ട. അല്ലാണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് മോളിക്ക് കുറേ പൊന്തിക്കലും പിന്നെ ബാക്കിക്ക് കുറേ പൊന്തിക്കലും അല്ല കൈ ഇങ്ങനെ ആക്കലും കോലങ്ങളി കാട്ടണ്ടെന്ന്. ഫഇദാ അർസൽതഹുമ, ഇത് ഒരഭിപ്രായമാണ്. ഒരഭിപ്രായം അനുസരിച്ചിട്ട് കൈ എങ്ങനെ നിസ്കരിക്കുക, എങ്ങനെ അല്ലാഹു നോക്കുക, ഒരഭിപ്രായം വെച്ച് പൊന്തിക്കുക. അല്ലാഹു അക്ബർ, മനസ്സിലായില്ല? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് താത്ത, എന്നിട്ട് പൊന്തിച്ചിട്ട് കൈ കെട്ട. അതാണ് ആരഭിപ്രായം? ഗസാലി ഇമാമിൻ്റെ റഹിമഹുല്ലാഹിൻ്റെ അഭിപ്രായം. പക്ഷെ മുഅ്തമദ് അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ നമ്മളെങ്ങനെ കൈയിട്ടത്? ഗസാലി ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ആദ്യം കൈ പൊന്തിക്കുക, ഇങ്ങനെ ആക്കുക, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം താത്ത, എന്നിട്ട് പൊന്തിച്ചിട്ട് കൈയിട്ട. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ മദബിൽ എങ്ങനെ വേണ്ട? മുഅ്തമദ് എന്താണ്? കൈ താവുന്ന രൂപത്തിൽ തക്ബീർ ചൊല്ലൽ അലിഫോണ്ട് പൊന്തിച്ച് റാ കൊണ്ട് അവസാനിച്ച് കൈ നേരെ കെട്ട. താത്തിരി കെട്ടലല്ല, താത്തിരി പിന്നെ പൊന്തിച്ച് കെട്ടലില്ല, അത് മുഅ്തമദല്ല. ഫൈദാ അർസൽതഹുമാ ഫസ്തഅനിഫ് റഫഅഹുമാ ഇലാ സദ്രിക്, നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് പൊന്തിച്ച് വെക്കുക. അതായത് ഒരു പറഞ്ഞ് താത്തിരി പൊന്തിക്കാന്നാണ്, പക്ഷെ മുഅ്തമദ് എങ്ങനെ? താത്തിരി പൊന്തിക്കാണോ? നേരെ കെട്ടൽ. വഅക്രിമിൽ യമീന ബിവദ്ഇഹാ അല ശിമാൽ, യമീനിനെ നമ്മൾ കൂടുതൽ ബഹുമാനം കൊടുക്കുക. എന്തുകൊണ്ട്? എടുത്തതിൻ്റെ മുകളിലാണ് വലത്തത് വെക്കേണ്ടതല്ല, വലത്തതിൻ്റെ മുകളിൽ എടുത്ത് വെക്കലല്ല. കൈ കെട്ടുമ്പോൾ അത്ര ആക്കേണ്ടതില്ല, അത് കൽബിൻ്റെ ഭാഗത്തേക്ക് ആക്കിയെന്നാണുള്ളൂ. പക്ഷെ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് അടുക്കന്നെ വെച്ചാൽ മതി. വൻഷുർ അസാബിഅൽ യുംന ഫീ തൂലി ദിറാഇകൽ യുസ്റാ വഅലൈക്കുമുസ്സലാം, കൈ നോക്കുക, അത് രൂപങ്ങളാണ്. വഖ്ബിദ് ബിഹാ അലാ കൂഇക, അതായത് ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ നിസ്കരിക്കുക, ഇങ്ങനെ നോക്കിയേ, ഈ വിരൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക, ഇങ്ങനെ നിസ്കരിക്കുക, ഇങ്ങനെ നിസ്കരിക്കുക. ഇതൊക്കെ ഇതുവരെ പോവാം, ഇങ്ങനെ വരെ പോവാം, ഇങ്ങനെ പോകാൻ പറ്റില്ല, മനസ്സിലായ? ഇങ്ങനെ പോവാ, ഇതാ ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇതാണ് അഫ്ളൽ, ഏറ്റവും നല്ലത്. ഇങ്ങനെ, ഇതാണ് നല്ലത്, ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഇതും പിന്നെ ഇങ്ങനെ വരെ പോവാം, അത് മാക്സിമം. മനസ്സിലായ? ഓരോരുത്തർ അവരാരും നൃത്തത്തിന് പറ്റണ രൂപത്തിൽ, പക്ഷെ അഫ്ളൽ ഇങ്ങനെയാണ്, ഇതാ ഇങ്ങനെ. ഓക്കെ. വഖുൽ ബഅദ തക്ബീരി, തക്ബീർ ചൊല്ലിയതിന് ശേഷം, അതായത് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സക്ത സുന്നത്താണ്, ചെറിയ സക്തത്ത്, സുബ്ഹാനല്ലാഹിൻ്റെ അത്ര മിഖ്ദാറിൽ ഗ്യാപ്പ് പറയണം എന്നല്ല, ഗ്യാപ്പ്. എന്നിട്ട് എന്താണ് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ല, വജ്ജഹ്തു ചൊല്ല. സുന്നത്തിലൊക്കെ ആണെങ്കിൽ അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്ന് ചൊല്ലി وجهت وجهي للذي ثم اقرأ وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. അതിൻ്റെ പൂർത്തീകരണമുണ്ട്. اللهم أنت ربي وأنا عبدك ظلمت نفسي اعترفت بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق إنه لا يهدي لأحسنها إلا أنت واصرف عني سيئها إنه لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله بين يديك والشر ليس إليك أنا بك وإليك تباركت وتعاليت أستغفرك وأتوب إليك. അടുത്ത ആഴ്ച വരുമ്പോൾ അത് പഠിച്ചിട്ട് വരാട്ടോ. അത് സുന്നത്തിലെ ഇടക്ക് സുന്നത്തുകളിൽ, സമയമുള്ള സുന്നത്തുകളിലൊക്കെ എന്ത് ചെയ്യുക, അത് ചൊല്ലാം. അതാണ് വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപമാണത്. ഫർളിയിൽ നമ്മൾ വജ്ജഹത്ത് മാത്രം മതി. ഒറ്റയ്ക്ക് നിസ്കരിക്കണ ഇതൊക്കെ ചൊല്ലിക്കോളി. ഇമാമായിട്ട് നിസ്കരിക്കേണ്ടെങ്കിലൊക്കെ വജ്ജഹത്ത് മാത്രം ഓതാം, മുസ്ലിമീന് വരെ. അല്ലാഹു അക്ബറു കബീറ സമയം ഉണ്ടെങ്കിൽ അതും കൂടി ഏഡ് ചെയ്യുക. മനസ്സിലായ? സുമ്മ ഖുൽ, അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുക. എല്ലാ നാല് റക്അത്തിലും എല്ലാ റക്അത്തിലും ഓതേണ്ടെങ്കിൽ ഓതണതിൻ്റെ മുമ്പ് ഒരു തഅവൂദ് സുന്നത്താണ്. പിന്നെ ഫാത്തിഹ ഓതുക. സുമ്മ ഖറഇൽ ഫാത്തിഹത ബിതശ്ദീദാതി, അതിൻ്റെ ശ്രദ്ധകളൊക്കെ പാലിച്ചിട്ട് ഓതുക. അല്ല, ഫാത്തിഹ ഓതണതിൻ്റെ മുമ്പ് ഔദ് ഓതാന്ന് പറഞ്ഞാണ്. 3, 4 വജ്ജഹത്തുൻ്റെ മസ്അല, വജ്ജഹത്തു തീരെ സമയം കിട്ടണില്ല, ഇമാമ് ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ കബീറ മാത്രം ഓതിയാൽ മതി. ഇനി
ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നന്നായി. വജ്ജഹത്തു എപ്പോഴാണ് വജ്ജഹത്തു ഓതാ? ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടുന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ വജ്ജഹത്തു ഓതിയാൽ ഫാത്തിഹയ്ക്ക് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ വജ്ജഹത്ത് ഒഴിവാക്കി ഫാത്തിഹ ഓതണം. ഇനി ഒരാൾ വജ്ജഹത്തുനും ഫാത്തിഹയ്ക്കും സമയം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വജ്ജഹത്ത് ഓതിയാൽ ഫാത്തിഹ കഴിഞ്ഞില്ല, അതിൻ്റെ മുമ്പ് റുക്കോയിൽക്ക് ഇമാം പോയി കഴിഞ്ഞാൽ അയാൾ എന്തെന്നെ ചെയ്യണം? എത്ര സമയം വജ്ജഹത്തിന് കൊടുത്ത് ആ സമയം ഫാത്തിഹൻ്റെ ബാക്കിക്കും കൊടുത്തിട്ട് ഓതിയിട്ടേ പിന്നെ പോകാൻ പറ്റുള്ളൂ. കാരണം അയാൾ സുന്നത്തിയിൽ ഫർളിൻ്റെ സമയം അയാൾ ഉപയോഗിച്ചപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം എന്നിട്ട് നിർബന്ധമായിട്ടും. ആ അയാളത് അയാൾ ആ സമയം അവിടെ ഉപയോഗിക്കരുതായിരുന്നു, അയാൾ ഉപയോഗിക്കരുത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ നേരെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ വജ്ജത്തുമല്ല, നേരിട്ട് കൈ കെട്ടിയിട്ട് എന്താണ് ചെയ്യുക? ഫാത്തിഹാണ്ട് ഓതാ, ഔദുമില്ല, ബിസ്മിയാണ്ട് ഓതിയിട്ടാണ്ട് ഫാത്തിഹ ഓതാ. സമയം ഉണ്ടെന്ന് ഉറപ്പുണ്ടാകാൻ മാത്രമാണ് അത് ദീർഘിക്കാൻ കഴിയുള്ളൂ. ഇല്ല, ഫാത്തിഹ ഓതിയല്ലോ, മുഴുവനായിക്കല്ലോ. റുക്കോയിൽക്ക് പോകണ്ടല്ലോ അയാളിപ്പം. ഇമാമിൻ്റെ ഒപ്പം ഇയാൾ ഫാത്തിഹക്കുള്ള സമയം ഉണ്ടെങ്കിൽ പിന്നെ ഇമാമിൻ്റെ ഒപ്പം റുക്കോവും കിട്ടിയല്ലോ. മനസ്സിലായ? റുക്കോവ് കിട്ടിയാൽ പിന്നെ നിസ്കാരം റക്കാത്ത് മടക്കണ്ടല്ലോ. ഇപ്പം ഇയാൾ അല്ലാഹു അക്ബർ എന്നറിഞ്ഞ് നേരം വഴുകിയിട്ടാണ് വന്നത്, വജ്ജഹത്തും സുന്നത്തൊന്നും കൊടുത്തില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നറിഞ്ഞപ്പോൾ റുക്കോയിൽ പോയി നമ്മൾ റുക്കോയിൽ പോകണം നിർബന്ധമായിട്ടും. ഫാത്തിഹ പൂർത്തിയാക്കല്ല വേണ്ടത്. നിസ്കാരം റക്കാത്ത് കിട്ടിയല്ലോ, ഇമാമിൻ്റെ ഒപ്പം റുക്കോവ് കിട്ടിയാൽ റക്കാത്ത് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ആ എത്ര സമയമാണ് ഇതിനെടുത്തത് ആ സമയത്തെ ഫാത്തിഹ ഓതിയിട്ട് റുക്കോയിൽ പോവാം. അപ്പോൾ തുടരാ ഇമാമിനെ കിട്ടും. ആ മനസ്സിലായില്ല? ഫാത്തിഹ ഓതാൻ നിൽക്കണം എന്നല്ല പറഞ്ഞത്, വജ്ജഹത്തുൻ്റെ സമയം എടുത്തത്. അപ്പോൾ വജ്ജഹത്തു ഓതിയത് വജ്ജഹത്ത് മുഴുവൻ ഓതിയില്ല, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വസീല എന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെ സമയം 2 ആയത്താണ് ഏകദേശം. ആ 2 ആയത്ത് ഓതിയിട്ട് റുക്കോയിൽ പോവാം. മുഴുവൻ കംപ്ലീറ്റ് അനുമതി വരണില്ലല്ലോ. ഫാത്തിഹ മുഴുവൻ ഓതി വലദ്ദാലിന ആമീൻ വരെ ഓതുന്നല്ല, മനസ്സിലായ? അത് അനുമതി വരില്ല. ഇല്ല, ഔദ് കൊണ്ട് തുടങ്ങിയാൽ അത് വരുന്നുണ്ട്. ഔദ് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ വജ്ജഹത്തുക്ക് തിരിച്ചു പോകാനിട്ടില്ല. അല്ലാഹു അക്ബർ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ വജ്ജഹത്തും ഇല്ല, ഔദും പോയി, രണ്ടും പോയി. ഔദ് കൊണ്ട് തുടങ്ങിയാൽ വജ്ജഹത്ത് പോയി, ക്യാൻസൽ. അത് പിന്നെ ഇയാൾ വീണ്ടും കൊടുന്നില്ലൊക്കെ ഒരുപോലെ തന്നെയാണ്, ആവശ്യമില്ലാണ്ട് കൊടുന്നതാകും. ഇല്ലാത്ത സാധനം അങ്ങനെ കൊണ്ടുവരാം. ഔദ് ചൊല്ലിക്കഴിഞ്ഞാൽ ക്യാൻസലായി, ചെല്ലിയ ക്യാൻസലായി, പിന്നെ തിരിച്ചു പോകണ പരിപാടിയില്ല. ഓതാത്ത പോലെ ഉണ്ടാവും, വെറുതെ ഓതിയ പോലെ ഉണ്ടാവും. ടൈം കഴിഞ്ഞ് ഔദ് ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ വജ്ജത്ത് പോയി, ക്യാൻസലായി. രണ്ടും സുന്നത്താണ്, വെക്കോട്ട് പറ്റില്ല, റിവേഴ്സ് കയറില്ല. ഞാൻ തിരിച്ചു കൊടുന്നാൽ വെറുതെ കൊടുന്നു. അപ്പോൾ അത് തിരിഞ്ഞ് ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് നിസ്കാരത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ ഇമാമും മാമും അത് വരുന്നുണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹു തആല. ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇമാമിൻ്റെ ഒപ്പം കൈകെട്ടി ഇമാമിൻ്റെ ഒപ്പം കൈ കെട്ടി ഒരാൾ മസ്ബൂഖല്ല, നേരെ വഴിക്ക് വന്ന ആളല്ല, ഇമാമിൻ്റെ ഒപ്പം കൈ കെട്ടി അയാൾ ഫാത്തിഹ ഓതി. അയാൾ പതുക്കനെ ഓതണ ആളുമല്ല, ഭയങ്കര സ്പീഡിൽ ഇമാം ഓതണവുമില്ല, പതുക്കനെ ഭയങ്കര വിക്കുള്ള ആളല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധാരണ മനസ്സിലായ ഓതേണ്ട. അപ്പോൾ അയാൾക്ക് ഓതാൻ സമയം കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് ഓതി പൂർത്തിയാക്കിയിട്ട് ഇമാമിൻ്റെ ഒപ്പം പോയി പോവാം.
ഇനി അത് തീർന്നിട്ട് റുക്കോയിൽ പോകാം. അത് ഇമാം സുജൂദിൽ പോയിട്ട് എണിക്കണ വരെ അയാൾക്ക് സമയമുണ്ട് ഇമാമിനെ പിന്തുടരാൻ. അതിൻ്റെ ഉള്ളിൽ റുക്കോയിൽ പോകണം. റുക്കോയിൽ പോയി ഇങ്ങേ ഒരാൾ ഭയങ്കര സ്ലോ ആണ്. അയാൾ സാധാരണ അവസ്ഥ അല്ല, നോർമലല്ല. അല്ല ഇമാമ് ഭയങ്കര സ്പീഡ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇമാമിനെ തുടരാം. കാരണം എത്തൂല, എവിടെ എത്തി ഇമാമ ഏറ്റെടുക്കും ബാക്കിയുള്ളത്. വസ്വാസ് അയാൾ അയാൾ നിർബന്ധം ഇമാമിനെ പിന്തുടരണം. അയാൾക്ക് എന്തില്ല, കൂടെ പോവാ. എന്നറിഞ്ഞിട്ടുള്ള പരിപാടിയില്ലേ, അത് പറ്റൂല. സാധാരണ എന്ന് പറഞ്ഞാൽ നോർമലായ അവസ്ഥയിൽ മാത്രം. എന്നിട്ട് ഇയാൾ വസ്വാസിൻ്റെ കുന്തറാണ്ടത്തിൻ്റെ കാരണം ഇന്ന് കൂടുതൽ ആൾക്കാർ വസ്വാസ് ഫാത്തിഹാണ്ട് തീരില്ല. ഇതെന്താണിത്, വേറെ പരിപാടിയില്ല. അയാൾ നിർബന്ധമായിട്ട് ഇമാമിനെ പിന്തുടർന്നിട്ട് പിന്നെ ഒരു റക്കാത്ത് കൊണ്ടുവരാന്നാ. ഇമാമ ഏറ്റെടുക്കില്ല, കാരണം അയാൾ ഫാത്തിഹ അയാൾ ഓതണ്ടേ. മസ്ബൂഖല്ലല്ലോ. അയാൾ ഫാത്തിഹ അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മാമൂമിൻ്റെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് വിശദീകരിച്ച് പറയാം. ഇയാൾ എന്ത് ചെയ്യണം, അത് അങ്ങനല്ല, ഇയാൾ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം. വസ്വാസിൻ്റെ പേരിൽ ഇയാളിങ്ങനെ ദീർഘിക്കാനുള്ള അനുമതി അയാൾക്കില്ല. ഇളവില്ലാണ്ട് ഇയാൾക്ക് നേരം വഴുകാനുള്ള ഇളവുമില്ല. എന്നാൽ കൂടുതൽ ആൾക്കാർ വസ്വാസ്, അതായത് ഈ മസാലത്ത് സാധാരണ സംഭവിക്കുന്ന മസാലത്തല്ലാന്ന് ചുരുക്കം. അത് അങ്ങനെ ഈ പ്രശ്നം വരുന്നില്ലല്ലോ മസ്ബൂക്കിൻ്റെ. അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഭയങ്കര ഇന്നിപ്പോൾ നമ്മൾ കണ്ടാൽ കുറേ മലയാളികളുടെ പ്രശ്നങ്ങളിൽപ്പെട്ടൊരു പ്രശ്നമാണ്. ഇയാൾക്ക് മസാലവും തിരിഞ്ഞിട്ടില്ല. ഇയാളെന്താ, ഇയാളോട് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് എൻ്റെ ഓത്ത് അങ്ങനെയാണ്. ഞാൻ പറയും ഇയാൾ സുന്നത്ത് നിസ്കരിക്കാൻ 2 മിനിറ്റിൻ്റെ താഴെയാണ് ഇയാളെ സുന്നത്ത്. നമുക്കും അത്ര സൂപ്പർ ഫാസ്റ്റായിട്ട് നിസ്കരിക്കാൻ കഴിയില്ല സുന്നത്ത്. പക്ഷെ ഫർളാണെങ്കിൽ എല്ലാവർക്കത്തിൽ ഇയാൾ ഈ കോലത്തിലാണ്. അതില്ലല്ലോ, ഇയാൾക്കില്ല. അയാളെ നിസ്കാരം പോക്കാണ്. എന്നിട്ട് പറയും 3 റുക്കിന് വരെ നേരം വഴുക. കളിത്തമാശയാണത്, അത് നിസ്കാരമല്ല. സാധാരണ നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവണതല്ലത്. അത് സ്പെഷ്യലായ ഷർത്തുകളൊക്കെ ഒത്താൽ മാത്രം സംഭവിക്കുക. അത് വരുന്നുണ്ട് ജമാഅത്തിൻ്റെ ബാബിയിലും ഖുദ്വത്തിൻ്റെ ബാബിയിൽ അത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല നമ്മളത് ചർച്ച ചെയ്യും. അങ്ങനെ ഫാത്തിഹ ഓതാ ബി തശ്ദീദാതിഹ, ശബ്ദകൾ പാലിച്ചിട്ട് ഫാത്തിഹ ഓതാ. 14 ശബ്ദമുണ്ട്, എല്ലാ ശബ്ദവും കൊണ്ടുവരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. 14 കറക്റ്റ് 14. എല്ലാ ശബ്ദവും കൊണ്ടുവരണം, എല്ലാ അക്ഷരവും കൊണ്ടുവരണം. واجتهد في الفرق بين الضاد والضاء. ضാഉം ضാദും തമ്മിലുള്ള വ്യത്യാസം ലാ അല്ല, അത് ضാദല്ല, അത് ലാമ് വീർപ്പിച്ചാണ്. അപ്പോൾ നന്നാക്കണം, ഫാത്തിഹ നന്നാക്കണം നിർബന്ധമായിട്ടും. വഖുൽ ആമീൻ, അതിന് ശേഷം ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് വജ്ജഹത്തിൻ്റെ ഇടയിലും തക്ബീറത്തിൻ്റെ വജ്ജഹത്തിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്, വജ്ജഹത്തിൻ്റെ ഔദുവിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്, ഔദുവിൻ്റെ ഫാത്തിഹൻ്റെ ഇടയിലൊരു ചെറിയ ഫാത്തിഹ കഴിഞ്ഞിട്ട് വാലീൻ ആമീൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്, പിന്നെ ആമീൻ സൂറത്തിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്, സൂറത്ത് കഴിഞ്ഞിട്ട് തക്ബീറത്തിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്.
അതെല്ലാം സുബ്ഹാനല്ലാഹിൻ്റെ. ആമീൻ്റേതും വലദ്ദാലിൻ കഴിഞ്ഞാൽ ആമീൻ വലാ തസിലു ബി ഖൗലിക വലദ്ദാലിൻ വസ്ലൻ. ആമീനും വലദ്ദാലിനും മുട്ടിക്കരുത്. വലദ്ദാലീന ആമീൻ എന്നറിയില്ല. കാരണം ആമീന് സൂറത്ത് ആയത്തല്ല, അത് ആയത്താൻ തോന്നിപ്പിക്കരുത് എന്ന്. ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സുന്നത്ത് റബ്ബി ഗഫിർലി എന്ന് പറയൽ, ഓതുന്നവൻ പറയൽ. ആരാണ് ഫാത്തിഹ ഓതുന്നത്? ഫാത്തിഹ ഓത്. അപ്പോൾ ഇമാമ ഓതാണ്, മഅ്മൂമ് റബ്ബി ഗഫിർലി പറഞ്ഞിട്ട് ആമീൻ പറയലില്ല, ഓതുന്നവൻ പറയൽ. ആ, അവൻ്റെ ഓത്തിന് അവന് പറയാം, കേൾക്കുന്ന ആൾ പറയല്ല. എന്നിട്ട് പറഞ്ഞ് വജ്ഹർ ബിൽ ഖിറാഅത്തി, ഓർക്കനെ ശബ്ദം ഇട്ടിട്ട് ഓതുക. ഫി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിൽ, മഗ്രിബിയിൽ, വൽ ഇശാ, ഇശായിൽ, അനി ഫി റക്അത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ 2 റക്അത്തിൽ, ഇല്ല അൻ തകൂന മഅ്മൂമൻ, മഅ്മൂമൻ അല്ലെങ്കിൽ, വജ്ഹർ ബിത്ത് അമീനി, ആമീൻ പറയുക. ഓർക്കനെ ഓതണേലും ആമീൻ ഓർക്കനെ പറയുക. ഇനി ഇമാമ് ആമീൻ ഓർക്കനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റബ്ബി ഗഫിർലീൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കനെ ആമീൻ പറയാം. ഇമാമിൻ്റെ ഖിറാഅത്തിൻ്റെ ആമീൻ മനസ്സിലായില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ കഴിഞ്ഞിട്ട് റബ്ബി ഗഫിർലീൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇമാം ആമീൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആമീൻ പറയാം ഓർക്കനെ. മനസ്സിലായ? വഖറ ഫി സുബ്ഹി, അതായത് ഓർക്കനെ ഓതേണ്ടത് സുബ്ഹി, മഗ്രിബ്, ഇശാ, പിന്നെ ജുമുഅ, വെള്ളിയാഴ്ച. ഇനി സുബ്ഹി നിസ്കാരം ഖളാ ആക്കി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം, അപ്പോൾ ശബ്ദം താത്തിട്ട്, സമയം എപ്പോഴാണ്? രാവിലത്തെ സമയത്തെ നിസ്കാരങ്ങളൊക്കെ എന്താണ് ശബ്ദം കുറച്ചിട്ടും, രാത്രിക്കാലത്തെ നിസ്കാരം ശബ്ദം കൂട്ടിയിട്ടും. അപ്പോൾ ളുഹർ ഖളാ വീട്ടാണ് മഗ്രിബിന് ശേഷം തന്നെ ഓർക്കനെ നിസ്കരിക്കാം. വഖറ ഫി സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിൽ, യാത്ര അല്ലെങ്കിൽ, യാത്രയിൽ എല്ലാ നിസ്കാരവും എന്ത് ചെയ്യുക? കുറക്കലാണ് സുന്നത്ത്. കുറച്ചോതാ, യാത്ര അല്ലേ. ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹന് ശേഷം മിനസ്സുവരി തിവാലിൽ മുഫസ്സലി, അതായത് ഹുജറാത്ത്, തിവാൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഹുജറാത്ത് മുതൽ എന്താണ് നബ വരെയുള്ള സൂറത്തിനാണ് തിവാൽ മുർസലാത്ത്, ആ സൂറത്തുകളാണ് തിവാൽ മുഫസ്സൽ എന്ന് പറയുക. അതായത് ഏകദേശം 1 പേജ്, 2 പേജ്, 2.5 പേജ് വരുന്നത്, അതാണ് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്കോ അല്ലെങ്കിൽ ഒരു ആൾക്കാർക്കൊക്കെ അറിയുന്ന പള്ളി, റോഡ് സൈഡിലുള്ള പള്ളിയിലല്ല, അതിലൊക്കെ കുറച്ച് ഓതാവോ. മനസ്സിലായില്ലേ? അതിലൊക്കെ ഒരു പേജ്, 2 റക്അത്തിൽ 1 പേജ് അല്ല 1.5 പേജ്, അത്രയാണ്. മനസ്സിലായില്ല? അതായത് അല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരൊക്കെ കൂടി സുന്നത്ത് എടുക്കാൻ വെച്ചിട്ട് നിസ്കരിക്കേണ്ടെങ്കിൽ 1 റക്അത്തിൽ 2.5 പേജ് വരുന്നത്, രണ്ടാമത്തെ റക്അത്തിൽ 2, അങ്ങനെയാണ് സുന്നത്ത് വരുന്നത് സുബഹിക്ക്. വഫിൽ മഗ്രിബി മീൻ ഖിസാരി, മഗ്രിബ് ളുഹൻ്റെ താഴെ ഓതാവും, അതാണ് സുന്നത്ത്. വഫി ദുഹ്രി വൽ അസ്രി വൽ ഇശാഇ, ദുഹറും അസ്റും ഇശായിൽ മിൻ ഔസാത്തിഹി, അത് അമ്മ മുതൽ ളുഹ വരെയുള്ള സൂറത്ത്. നഹ്വു വസ്സമാഇ, അതായത് 1 പേജ്, സാധാരണ അവസ്ഥയിൽ 1 പേജ്. കാരണം അമ്മ 1 പേജാണ്, നാസിഅത്ത് ഏകദേശം 1 പേജാണ്, സൂറത്തുകളൊക്കെ ഏകദേശം ളുഹ വരെയുള്ള സൂറത്തുകളൊക്കെ ഏകദേശം 1 പേജ് 1.25 പേജ് അല്ലേ. മനസ്സിലായ? അപ്പോൾ ളുഹർ, അസ്ർ, ഇഷ ഒക്കെ 1 പേജ്. അതായത് നമ്മൾ പേജുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് സുബഹിൻ്റെത് 2.5 പേജ് 1 റക്അത്ത്, മഗ്രിബ് 1/2 പേജ്, മഗ്രിബ് 1/2 പേജ്, അസ്റും ഇഷയും 1 റക്അത്തിൽ 1 പേജ്. അപ്പോൾ 2 റക്അത്തിൽ 1.25 പേജ്, 1 പേജ് 1.25 പേജ്. ആ, അതിൻ്റെ പകുതി മഗ്രിബിന് പേജ് വെച്ച് നോക്കണ്ടെങ്കിൽ. പക്ഷേ റോഡ് സൈഡിലത്തെ പള്ളികളിലൊക്കെ എന്താണ് ഖിസാറിൻ്റെ കണക്കിലാണ് പോകേണ്ടത്. അപ്പോൾ 1/2 പേജ്, അതിലും കുറയരുത്, അത് വല്ലാതെ കുറയല്ല. 2 ആയത്ത് ഓതി നിസ്കരിച്ച് നിർത്തലല്ല.
അപ്പോൾ റോഡ് സൈഡിലത്തെ പള്ളിയിൽ വദ്ദുഹൻ്റെ താഴെ ഓതിയാലും കുഴപ്പമില്ല. ഒരു സൂറത്ത് മുഴുവനും ഓതണം, അതാണ് അഫ്ളൽ എന്ന് പറയുന്ന ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് അനുസരിച്ചിട്ട് വദ്ദുഹൻ്റെ താഴെ ഓതണോണ്ട് കുഴപ്പമില്ല. മനസ്സിലായ? എന്നാലും അയാൾ എന്താണ് പറയുക, ഇടയ്ക്കൊക്കെ മോളിൽ നിന്ന് ഓതണം. വമാ ഖറബ വഫി സുബ്ഹി ഫി സഫരി, യാത്രേൻ്റെ സുബ്ഹിയിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാ. അതാണ് സുന്നത്ത്. അതായത് ദീർഘിക്കരുത് യാത്രകളിൽ, പ്രത്യേകിച്ച് യാത്രകളിൽ, അതുപോലെ തന്നെ റോഡ് സൈഡിലത്തെ പള്ളികളിൽ. മനസ്സിലായ? പിന്നെ സുബഹിക്ക് സുന്നത്തുണ്ട്. ഏത്? ജുമുഅൻ്റെ സുബഹിയുടെ സുന്നത്തിൽ, ജുമുഅൻ്റെ സുബഹി നിസ്കാരത്തിൽ, ജുമുഅ ദിവസത്തിൻ്റെ സുബഹി നിസ്കാരത്തിൽ അലിഫ് ലാം മീം സജദയും സൂറത്തുൽ ഇൻസാൻ ഓതൽ സുന്നത്താണ്. മുഴുവനായിട്ട് ഓതൽ സുന്നത്താണ്. മനസ്സിലായ? വലാ തസിൽ ആഖിറ സൂറത്തി ബി തക്ബീറത്തി റുക്കൂ, റുക്കൂവിൻ്റെ തക്ബീറത്തിനോട് എന്ത് ചെയ്യരുത്, മുട്ടിച്ച് ഓതരുത് സൂറത്തും. അപ്പോൾ സൂറത്ത് ഓതി കഴിഞ്ഞ് മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ അങ്ങനെ ഓതരുത്. മിനൽ ജിന്നത്തി വന്നാസ് അല്ലാഹു അക്ബർ. വലാകിൻ ഇഫ്സിൽ ബൈനഹുമാ ബി മിഖ്ദാരി, സമയത്തിൻ്റെ കണക്ക്, അല്ലാണ്ട് കറക്റ്റ് അതല്ല. സുബ്ഹാൻ അള്ളാഹിൻ്റെ സമയത്തിൻ്റെ കണക്ക്, സുബ്ഹാൻ അല്ലാഹ് ചൊല്ലണം എന്നല്ല. വകുൻ ഫി ജമീഇ ഖിയാമിക, നിസ്കാരത്തിൽ മൊത്തമായി മുത്രിഖൻ, തല താത്തിയിട്ടായിരിക്കും. ഖാസിറൻ നദറക അലാ മുസല്ലാക്ക്, സുജൂദിൻ്റെ സ്ഥലത്ത് കണ്ണ് താത്ത. അത് തക്ബീർ ചൊല്ലണതിൻ്റെ മുമ്പ് തന്നെ, നിസ്കാരം തുടങ്ങണതിന് മുമ്പ് തന്നെ താഴെ നോക്കിയിട്ടാണ് ഇത് തുടങ്ങുക. മനസ്സിലായ? അപ്പോൾ നോട്ടം മുഴുവനും സുജൂദിൻ്റെ സ്ഥലത്താണ്. സുജൂദ് ചെയ്യുമ്പോൾ കണ്ണ് പൂട്ടരുത്. അവിടെ നോക്കാനായില്ല, കണ്ണ് പൂട്ടണ്ട. പിന്നെ അത്തഹിയാത്തിൽ തശഹുദിന് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരലുമ്മൽ നോക്കാം. അത്തഹിയാത്തിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഇല്ലല്ലാ പറയുമ്പോൾ വിരലുമ്മൽ നോക്കാം. പിന്നെ അവസാനം വരെ വിരലുമ്മൽ മറ ഉണ്ടെങ്കിൽ അടക്കം ആ വിരലിൻ്റെ സ്ഥാനത്തേക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ മറച്ചിട്ടുള്ളത്, വിരൽ കാണുന്നില്ല, അപ്പോൾ വിരലിൻ്റെ ആ സ്ഥാനത്തേക്ക് നോക്കാം. ഇരുട്ടത്തും അത് തന്നെ. സലാം വിട്ട അതുവരെ പൊന്തിക്കാം. പിന്നെ സലാം ഒന്ന്, പിന്നെ കഴിഞ്ഞാൽ താത്താൻ പരിപാടിയില്ല. അത് സലാം വരെ അങ്ങനെ തന്നെ നിലനിർത്തുക. പിന്നെ സുജൂദിൻ്റെ സ്ഥാനത്ത് നോക്കാത്ത സ്ഥലം ഖുനൂത്തിൻ്റെ ദുആയിൽ കയ്യിൻ്റെ വെള്ളം നോക്കാം. ഖുനൂത്ത് കഴിഞ്ഞാൽ താത്തിട്ട് സുജൂദിക്ക് പോവാം, സുജൂദിൽ നോക്കിയിട്ട് പോവാം. മനസ്സിലായ? അപ്പോൾ ശരിക്കും സുജൂദി നോക്കാത്ത 3 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒറിജിനലായ രണ്ടും, ഒന്ന് അർത്ഥത്തിലും ഒറിജിനലായ ഒന്ന് എന്താണ്, ഖുനൂത്തിൻ്റെ ദുആയിൽ കൈവെള്ളയിലും, തഹിയാത്തിയിൽ 2 തഹിയാത്തിലും ഇല്ലല്ലാഹ് എന്നറിഞ്ഞിട്ട് അവസാനം വരെയും. പിന്നെ സുജൂദിയിൽ എന്താണ് പറയുക, കണ്ണ് തുറന്നു വെക്കുക എന്നാണ്, സ്ഥലത്ത് നോക്കാനായില്ലല്ലോ. സ്ഥലത്ത് നോക്കാമെന്നും പറയാത് അർത്ഥം. അപ്പം 2ആയി. അല്ല, ശരിക്കും ഒറിജിനൽ വെച്ച് നോക്കുമ്പോൾ 3. ഫദാലിക അജ്മഉ ലി ഹമ്മിക്, അതാണ് കൂടുതലും തൻ്റെ ചിന്തകളൊക്കെ വേർപ്പെടാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഫോക്കസ് കിട്ടാനുള്ള. അജ്ദറു ലി ഹുദൂരി ഖൽബി, ഖൽബ് ഹാളിറാവാൻ കുറച്ചുകൂടി സഹായകന്മാരാണ്. വഇയ്യാക അൻ തൽതഫിത യമീനൻ വശിമാലൻ ഫി സ്വലാത്തിക്, വലത്തും എടുത്തും നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്, തിരിയരുത്. തലോണ്ട് തിരിയൽ, ആവശ്യമില്ലാതെ തിരിയൽ കറാഹത്താണ്. ആവശ്യമില്ലാതെ തലോണ്ട് തിരിയൽ കറാഹത്താണ്. കളി ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ തിരിയാന്ന് ഉദ്ദേശിച്ചിട്ട് നിസ്കാരം ബാത്തിലാവും. അല്ല, അത്യാവശ്യം ഇല്ലാണ്ട് അയാൾ ഇങ്ങനെ നോക്കണം അവിടുത്തൊക്കെ, നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ കറാഹത്താണ്. നെഞ്ചോൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഇങ്ങനെ തിരിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. പോണ പള്ളിക്ക് ഒരു പ്രായമുള്ള ഒരു സുഖമുണ്ട്. അയാൾ വിശ്വാസം തോന്നുന്നു. അയാൾ സെഫിലിക്കണമെങ്കിൽ കെട്ടിയിട്ടുണ്ടാവും. നമ്മൾ വരുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെയുള്ള ചിലപ്പോൾ നടുവിലുണ്ടെങ്കിൽ ആളനുസരിച്ച് ആണെങ്കിൽ നോക്കിയിട്ട് ആ മൂലക്കെത്തും, ശരിക്ക് തിരിഞ്ഞു നോക്കും. അഥവാ അടുത്തുനിന്നാൽ നിസ്കാരത്തിൽ തന്നെ അങ്ങോട്ടേക്ക് എന്ന് പറയും. ഓരോരുത്തർ ചിലപ്പോൾ ഇതിലേറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും.
കൂടുതലും നമ്മൾ അങ്ങനെ സാധാരണ അവസ്ഥയിൽ മനുഷ്യർ അങ്ങനെ ചെയ്യില്ലല്ലോ. അത് പിന്നെ എന്തേലും പ്രായമായി ഉണ്ടാവൂലേ, അത്ര അല്ലെങ്കിൽ ഇത് മൈൻഡ് മൈൻഡ് പ്രശ്നം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരം കളികൾ കാണിക്കില്ല. ചിലപ്പോൾ നിസ്കരിക്കും ആൾക്ക് നിസ്കരിച്ചിട്ടാണെങ്കിൽ തൊട്ട് നമ്മൾ അടുത്തുണ്ടെങ്കിൽ മുമ്പിലെ കൂടി പോകും, നിസ്കരിക്കുന്ന ആൾ മുമ്പിലെ കൂടി തന്നെ പോകും. അതന്നെ, അത് എന്തേലും എന്താണ് മൈൻഡിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇന്ന് എടുത്ത ഫിഖിൻ്റെ ഭാഗങ്ങളും ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഖുദ്വത്തിൻ്റെയും ജമാഅത്തിൻ്റെ ഒക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് പറയാം. ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹേൻ്റെ അക്ഷരങ്ങളൊക്കെ സൂക്ഷിക്കുക. അൽഹംദുലില്ലാ ഹ സൂക്ഷിക്കുക, റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക്കൻ്റെ ശബ്ദങ്ങളൊക്കെ സൂക്ഷിക്കുക. മൂപ്പരെടുത്ത് ഓതാ നമ്മളൊക്കെ മൂപ്പരെടുത്ത് ഓതി ഫാത്തിഹ തിരുത്താം. ഫാത്തിഹ ഓതി തിരുത്തുക. ഇത് പഠിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഫാത്തിഹ ഓതി തിരുത്തൽ. നിർബന്ധമായിട്ടും തിരുത്തണം, ഫാത്തിഹ ഓതി തിരുത്തണം. മൂപ്പരെടുത്ത് അയച്ചാൽ തിരുത്തണ വരെ ഓതാ നിർബന്ധമായിട്ടും. അപ്പോൾ ഇവിടെ നിർത്താം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇനി അവർക്ക് അടുത്ത ദർസിൽ തുടങ്ങാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇത് നിർബന്ധമായിട്ട് നമ്മൾ എപ്പോഴും തലയിൽ ഉണ്ടാവേണ്ട സ്ഥലത്തുകളാണ്. പിന്നെ ഈ ശുദ്ധിയാവേണ്ട സ്ഥലം ശുദ്ധിയാണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ചെറിയ അമ്പശലിട്ടിട്ട് പോകുമ്പോൾ അത് നിങ്ങൾ എടുക്കാണ്ടിരുന്ന നിങ്ങൾ എടുത്താൽ പ്രശ്നമാണ്. അപ്പസുള്ള സാധനം എടുത്താൽ അതിന് നജസിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ തൊട്ടാ പ്രശ്നം, നിങ്ങൾ പൊന്തിച്ചെടുത്താലാ പ്രശ്നം വരുന്നത്. തൊട്ടാൽ പകരൊന്നുമില്ല, പൊന്തിച്ചെടുത്താൽ നിങ്ങൾ എടുത്ത് നായി. അവർ വന്നിട്ട് നിസ്കരിച്ചാൽ നമ്മളടുത്ത് കയറി കഴിഞ്ഞാൽ അത് കണ്ട് നീക്കുക. എന്താണ് പറയുക, നജസ് ഇല്ലാണ്ടാവണം. നജസ് എന്ന് പറഞ്ഞാൽ നജസ് അയിന് മാത്രമല്ല അസറാണെങ്കിലും പ്രശ്നമാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇസ്തിൻജായിൻ്റെ ബാബി പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഇസ്തിൻജാ ഉണ്ടായിരുന്ന ഇസ്തിൻജായിൻ്റെ സ്ഥലത്ത് ഇസ്തിൻജാ നമ്മൾ പറഞ്ഞല്ലോ, ഹജറുകൊണ്ടുള്ള ഇസ്തിൻജാ, കല്ലുകൊണ്ടുള്ള ഇസ്തിൻജാ. ഹജർ എന്ന് പറഞ്ഞാൽ ശർഈയായ ഹജർ, ടിഷ്യൂ കൊണ്ടൊക്കെ ഉള്ളത്. അത് വെള്ളം കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അതിൻ്റെ സാധനം എല്ലാതും പോവും. പക്ഷെ അസർ ബാക്കിയാവും എന്നറിഞ്ഞല്ലോ. അസർ ബാക്കിയായാൽ അയാൾ ആ ഇസ്തിജ്മാർ ചെയ്ത ആളെടുത്താൽ നിസ്കാരം ബാത്തിലാവും. നജിസാണല്ലോ. അത് ശർഅ അനുവദിച്ച അയാൾക്ക് ഒരു ഓഫർ കൊടുത്താണ് ഹജർ കൊണ്ടുള്ള ഇസ്തിൻജാ. മനസ്സിലായ? അപ്പം നജസ് കുറച്ചും കൂടുതലൊന്നും പറ്റൂല, ഉണ്ടെങ്കിൽ അതിനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പമ്പേഴ്സ് ഇട്ടെന്ന് വെച്ചിട്ട് പൊന്തിക്കണതിലല്ല പ്രശ്നം, നജസ് ഉള്ളതിനെ പൊന്തിക്കലാണ് പ്രശ്നം. അപ്പോൾ എന്താണ്, വെള്ളമല്ലാണ്ട് നമ്മൾ ഹജറുകൊണ്ട് ടിഷ്യൂ കൊണ്ട് നജസ് നീക്കിയാലും അതിനെ പൊന്തിക്കാനും അതിലും പ്രശ്നമുണ്ട്, സരമത്തിലാവും. നമ്മൾ മുന്നിലുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ അതൊന്നും കുഴപ്പം വരുന്നില്ല, നീക്കിയിരുത്താം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നമ്മൾ പൊന്തിക്കലും നജസ് പകരാണ്ടിരുന്നാൽ മതി. മനസ്സിലായ? അവിടെ ഇരുന്നാൽ പ്രശ്നമില്ല, നജസ് പകരാത്തോടത്തോളം കാലം അവിടെ ഇരുന്നാലൊന്നും പ്രശ്നമില്ല. അത് നമ്മൾ എടുക്കുക, മടിയിൽ കയറി ഇരുന്നാലേ പ്രശ്നം. അത് കുഴപ്പമില്ല. നജസ്സിനെ ഹംല ചെയ്യല പ്രശ്നം. അതിപ്പോൾ ഈ കിതാബിൻ്റെ ഉള്ളിൽ ഒരു എന്താണ് തൂവല് മുഫസ്സിൽ മിനൽ ഹയ്യ ഹാല ഹയാത്തി, ജീവനുള്ളതിൽ നിന്ന് വേർപ്പെട്ടതല്ലേ, അപ്പം നജിസാണ്. ജീവനുള്ളതിൽ നിന്ന് വേർപ്പെട്ടാൽ നജിസാണ്. അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈശ ഇട്ട് കഴിഞ്ഞാൽ നിസ്കാരം പത്തിലാവും. കാരണം അത് നമ്മൾ താങ്ങാൻ പറ്റും, നജസ് താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ പഴയ കാലത്ത് പഴയ ആൾക്കാരെ ഹോബിയുണ്ട് പൂമ്പാറ്റിനെ എടുത്തിട്ട് ഉക്കിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാക്കല്, മയിൽപ്പീലി. ഇന്ന് ആൾക്കാർ ആ ഹോബിയൊന്നും ഇല്ലല്ലോ. ഹാല ഹയാത്തി മുഫസ്സിൽ മിനൽ ഹയ്യ ഹാല ഹയാത്തി അല്ല അത്.
ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഈ ചെമ്മരിയാടിൻ്റെ രോമിൽ അത് ഇതല്ലേ ദിഭാഗത്ത് ചെയ്തിട്ടല്ലേ ഊറക്കിടല്ലേ, അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ ആയിരിക്കും. ചെമ്പരിയാടിൻ്റെ രോമം കുഴപ്പമില്ല, അത് ശർഈ ഇസ്തിസ്നാ ചെയ്തിട്ടുള്ളതാണ്. ചെമ്പരിയാടിൻ്റെ രോമം ജീവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എടുക്കാനും ഉപയോഗിക്കാനും അനുമതി തന്നിട്ടുള്ളതാണ്, എക്സെപ്ഷൻ. അതേപോലെ ഇപ്പം നമുക്ക് ഒന്നുണ്ട്, അപ്പോൾ ഉറുമ്പ് എത്തിട്ടുണ്ടെങ്കിൽ തൊട്ടാൽ അങ്ങനെ ഒന്നും അറിയില്ല. ഒള്ളു മുറിയണം എന്നുണ്ടെങ്കിൽ 5 കാര്യത്തോണ്ട് ഒന്നും മുറിയുള്ളൂ, 6 ഒന്ന് മുൻദ്വാരത്തുനിന്നോ പിൻദ്വാരത്തുനിന്നോ എന്തേലും വരണം, എന്താണേലും അതൊരു കല്ല എന്താണേലും. ഈ ട്യൂബ് ഇട്ടാൽ അതും മുറിയും പുറത്തേക്ക് വന്നാൽ. 2 ആണും പെണ്ണും, വലിയ ആണും പെണ്ണും മഹ്റമല്ലാത്ത ആണും പെണ്ണും തൊട്ടാലും ഒന്ന് മുറിയും. 3 ശരീരം എങ്ങനെ സ്പർശിച്ചാലും അല്ല, തോലുകൊണ്ട് തൊട്ടാൽ, അറിയാണ്ടാണെങ്കിലും അത് വരില്ല. അറിഞ്ഞാണ്ടോ അറിയാണ്ടാണെങ്കിലും തൊട്ടോൻ്റെ മുറിയും തൊടപ്പെട്ടോൻ്റെ മുറിയും. നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം, പക്ഷെ അവരിങ്ങോട്ട് മുറിയും. നമുക്ക് അതെല്ലാം ബോധം എടുത്തിട്ടായിരിക്കുന്നത്. എങ്ങനെ ഇത് കൊടുത്താൽ അത് ചെറിയ രീതിയിൽ ഒന്ന് മുറിയും. കുറ്റം അറിയാണ്ട് തൊട്ടാൽ കുറ്റം കിട്ടൂല, അറിഞ്ഞു തൊട്ടാൽ കുറ്റം കിട്ടും. നിർബന്ധമാണ്. ഗ്ലൗസ് ഇട്ടാൽ മതി. ഗ്ലൗസ് ഇട്ടാൽ മുറിയില്ല. ഗ്ലൗസ് ഇട്ടാലും ഒന്നും മുറിയില്ല, മനസ്സിലായ? അപ്പോൾ അത് തിരിഞ്ഞ്. അപ്പോൾ എത്രയായി? ഏതൊക്കെ? പിന്നെ സ്ത്രീ പുരുഷന്മാർ തൊട്ട് കഴിഞ്ഞാൽ 3 എന്താണ് പറയുക, ഫർജ്, അതായത് ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉള്ളു മുറിയും. അപ്പോൾ എത്രയായി? 3. 4 എന്താണ്? ബുദ്ധി പോയാൽ ഉള്ളു മുറിയും. 5 ഉറങ്ങുക. 5 വേർപ്പെടുത്തിയതിൻ്റെ കാരണം ഉറക്കം ഒരു സ്പെഷ്യൽ നിബന്ധന ഉണ്ട്. ഉറക്കം എന്താണ്? ഇരുത്തം, അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിപ്പിടം ഉറപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ അയാൾ ഒന്നും മുറിയില്ല, ഉറങ്ങിയാലും ഇല്ല. ഇങ്ങനെ ഇരുന്നാൽ പ്രശ്നമാണ്. കാരണം ഉറപ്പിച്ചിട്ടല്ലേ, ഇരിപ്പിടം ഉറപ്പിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാലൊക്കെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടില്ല, വണ്ടി ഇരിക്കും ഉറപ്പിക്കേണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ടല്ല അത് എക്സ്ട്രാ ആയിട്ട് ഇതായത്. അതിന് പ്രത്യേകമായ നിബന്ധന ഉള്ളതുകൊണ്ടാണ് അത് ബുദ്ധീൻ്റെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് 5ാമത്തേതാക്കിയത്. ഇതല്ലാത്തൊരു കാര്യം ഉള്ളു മുറിക്കൂല. അപ്പം നജസ് തൊട്ടാൽ ഒരു കൈ കഴുകുക, ചോര വന്നാൽ ചോര കഴുകുക, ഒന്നു മുറിയെന്ത് 5 ഉള്ളൂ, 6 ചോര കഴുകുക. ഒന്നുവിനെ ബാധിക്കില്ല. ഒന്നുവിനെ ബാധിക്കുന്നത് 5 കാര്യങ്ങൾ മാത്രം, 6ാമത്തെ ഒരു കാര്യമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.